بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وأزواجه وذرياته وعلى مشايخنا وأساتذتنا ومصنفي كتبنا وعلينا وعلى ذوينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. ഇനി മുത്തലഖ് സുന്നത്ത് നിസ്കാരം പറയുന്നത് വലാ ഹസറ ലിന്നഫിലിൽ മുത്തലഖ്. നഫിൽ മുത്തലഖിന് കണക്കില്ല, ഹസറില്ല, ഇത്ര നിസ്കരിക്കാവോ എന്നില്ല. അപ്പൊ ഈ നഫില് മുത്തലഖ് എന്ന് പറഞ്ഞാല് ആ മുത്തലഖിന്റെ അർത്ഥം എന്താ? കൈദില്ലാത്തത് എന്നല്ല. മുത്തലഖിന്റെ എതിര് പറയല് മുഖയ്യദ് എന്നല്ലേ. അപ്പൊ കൈദില്ലാത്ത നിസ്കാരം എന്തുകൊണ്ട് എഴുതാക്കാത്ത അതായത് പറയുന്നത് ഓഹോ മാലായ തഖയ്യദു ബി വഖ്തിൻ വലാ സബബിൻ, ഒരു സബബോ അല്ലെങ്കിൽ സമയമോ നിശ്ചയിക്കാത്തത് എന്നർത്ഥം. അതെല്ലാം എന്താണ് നഫില് മുത്തലഖ് അലിൽ ഖബറി സഹീഹി. അതിന് ഹസറില്ല എന്ന് പറയാൻ കാരണം എന്താ? അതിന് ഹദീസ് തെളിവ്. അസ്സലാത്തു ഖൈറു മൗദൂഇൻ, നിസ്കാരം എന്ന് പറഞ്ഞാൽ നല്ല വിഷയമാണ്. അത് നല്ല വിഷയമാണ്, നല്ല കാര്യമാണ്. ഫസ്തക്സിർ മിൻഹാ ഔ അഖില്ല. അപ്പൊ അതുകൊണ്ട് അതിന് നീ വർദ്ധിപ്പിക്കണം. ഔ അഖില്ല, അല്ലെങ്കിൽ നിനക്ക് കുറച്ചാക്കണമെങ്കിൽ അങ്ങനെ കുറച്ചാക്കുകയും ചെയ്യാം. അപ്പോ ഖലീൽ കസീർ എത്ര വേണമെങ്കിലും ആകാന്നല്ലോ. അപ്പൊ ഹസറില്ലാന്നായി. ഫലഹു സലാത്തു മാഷ. അതുകൊണ്ട് തന്നെ ഇവന് ജായിസാണ്. ആർക്ക്? നഫില് മുത്തലഖ് നിസ്കരിക്കുന്നവന് സലാത്തു മാഷ അവൻ വിചാരിച്ച അത്ര നിസ്കരിക്കാം. വലഹു മിൻ ഗൈരി നിയ്യത്തി അദദിൻ, അത് എണ്ണം എന്താണ് നിയ്യത്ത് ചെയ്യാതെയാണെങ്കിലും ശരി. വലഹു മിൻ ഗൈരി നിയ്യത്തി അദദിൻ വലോ റക്കായത്തന്നെ, അത് ഒരു റക്കായത്താണെങ്കിലും ശരി. ബി തശഹുദിൻ, ഒരു തശഹുദ് ഓതിയിട്ട് ഒരു റക്അത്ത് നിസ്കരിച്ചു. ബിലാ കറാഹത്തിൻ, കറാഹത്തില്ലാതെ തന്നെ. അപ്പൊ ആ പറയുന്ന ഒരത്തഹിയാത്ത് ഓതിയിട്ട് എന്ത് ചെയ്തു? ഒരു സലാം വീട്ടി, അങ്ങനെ ഒരു റക്അത്ത് നിസ്കരിച്ചല്ലോ. അത്തഹിയാത്ത് ഓതി സലാം വീട്ടിയാൻ കഴിഞ്ഞ്. ഇനി ഒരു റക്അത്തില് ഓരോ റക്അത്തിലും അത്തഹിയാത്ത് പറ്റൂല എന്ന് പറയുന്നൊരു മസല വരുന്നുണ്ട്. അത് അവിടെ സലാം വീട്ടാത്തെടുത്താ. ഇത് ആ ഒരു റക്അത്തോടുകൂടെ സലാം വീട്ടി കഴിഞ്ഞു. എന്നാൽ അവിടെ കറാഹത്തുമില്ല. നഫില് മുത്തലഖ് അങ്ങനെയും പറ്റുന്ന. ഇനി അതുകൊണ്ട് ഫലവ ഹറമ, അപ്പൊ ഹസറില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരാള് ഇഹ്റാം ചെയ്തു. തക്ബീറത്തുൽ ഇഹ്റാം ബി അക്സറ മിൻ റക്അത്തിൻ, ഒന്നിലധികം റക്അത്ത് കൊണ്ട്, 2 റക്അത്തോ 4 റക്അത്തോ ഇങ്ങനെ എത്ര നിസ്കരിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒറ്റ ഇരട്ടയൊക്കെ നിസ്കരിക്കാന്നല്ലേ. അപ്പോ ഒരാളെന്ത് 7 റക്അത്ത് നിസ്കരിക്കാൻ വിചാരിച്ച്, അല്ലെ 9. അപ്പൊ ഫലഹു തശഹുദ് ഫീ കുല്ലി റക്അത്തൈനി, അപ്പോ ഓരോ 2 റക്അത്തിൽ എന്ത് ചെയ്യാം? തശഹുദ് ഓതാം. 2, 4, 6, 8 ഇങ്ങനത്തെ റുബായിയത്ത്. അതിന് തെളിവെന്താ? റുബായിയായ ഫർള് നിസ്കാരം, അതില് ഓരോ 2 റക്അത്തിലും തശഹുദ് ഉണ്ടല്ലോ. എന്ന പോലെ വഫീ കുല്ലി സലാസിൻ കുല്ലി അർബഈൻ, എന്നപോലെ 2 മാത്രമല്ല, ഓരോ 3 റക്അത്തിൽ വേണേ അങ്ങനെ ഓതാം. കുല്ലി അർബഈൻ 4 റക്അത്തിൽ വേണമെങ്കിൽ തശഹുദ് ഓതാം. അപ്പൊ ഒന്നും സലാം വീട്ടുന്നില്ല. സലാം അവസാനം വീട്ടുന്നു. 10 റക്അത്ത് നിസ്കരിക്കാൻ കരുതിയ. എന്നാലെന്താ 2 റക്അത്തിന് 4, 6, 8, പിന്നെ 10 തശഹുദ് ഓതിയിട്ട് സലാം വീട്ടുക. അല്ലെ 3, 6, 9, അല്ലെങ്കിൽ 4, 8, പിന്നെ 10ാമത്തേന് അത്തഹിയ്യാത്ത് ഓതി സലാം വീട്ടുക. വഹാക്കദ ലിഅന്ന ഹാദാ മഅഹൂദുൻ ഫിൽ ഫറായിദി ഫിൽ ജുംല. ഈ 2 റക്അത്തില് തശഹുദ് ഓതുക എന്നുള്ളത് അത് ഫർള് നിസ്കാരത്തിൽ മൊത്തത്തിൽ അറിയപ്പെട്ടതാ. മൊത്തത്തിൽ എന്ന് പറഞ്ഞാല് റുബായിലും സുലാസിയിലും ഒക്കെ 2 റക്അത്തിലുണ്ടല്ലോ. പിന്നെ മഗ്‌രിബില് 2ാമത്തെ റക്അത്തിലുണ്ട്. ലോഹറിലും അസറിലും ഇശയിലൊക്കെ 2, 4 അങ്ങനെയാണല്ലോ. ബൽ ഫീ കുല്ലി റക്അത്തിന് എന്ന് മാത്രമല്ല, ഓരോ റക്അത്തിലും തശഹുദ് പറ്റും എന്ന് പറഞ്ഞത് സലാം വീട്ടാതുള്ളതാ. നേരത്തെ വലോ റക്അത്തമ്പി തശഹുദിന് സലാം വീട്ടിയിട്ടാ. ഇത് സലാം വീട്ടിയില്ല. ഇപ്പൊ 4 റക്അത്ത് എന്ത്? പിന്നെ നഫില് മുത്തലഖ് നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്ത് 4 റക്അത്ത് ഒന്നിച്ച്. അപ്പൊ ആ 4 റക്അത്തിൽ എന്ത് ചെയ്യുക? അത്തഹിയ്യാത്ത് ഓതുക. എന്നിട്ട് 4ാമത്തെ റക്അത്തില് സലാം വീട്ടുക. ഇതും പറ്റും ലിഹില്ലി തത്തവ്വുഇ ബിഹാ. കാരണം എന്താ?
ഒറക്കായത്ത് കൊണ്ട് തത്തവ്വു പറ്റും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ, വലൂറക്കായത്ത് തമ്പി തഷഹുദിന് നേരത്തെ പറഞ്ഞ അത് തന്നെ. അപ്പൊ അത് പറ്റും. അപ്പൊ അതുകൊണ്ട് ഓരോ റക്കായത്തിലും തഷഹുദ് ഓതാന്ന് പറഞ്ഞു. ഖുൽതു അസ്സഹീഹു, എന്നാല് അതിന് ഇസ്തിറാക്കിയെന്ന് സഹീഹ് മൻഉഹു ഫീ കുല്ലി റക്കായത്തിന്, ഓരോ റക്കായത്തിലും അതിൽ പാടില്ല എന്നുള്ളതാ. വല്ലാഹു അലം. അപ്പൊ അത് സഹീഹ് സാനിയായ ഖിലാഫ പറ്റുന്ന പറഞ്ഞ ലൈഫാണിത്. കൗലിന് തീരെ ആ വജഹിന് തീരെ കൂവത്തില്ല എന്നർത്ഥം. വല്ലാഹു അലം. കാരണം എന്താ, ലിഅന്നഹു ലം യുഅഹദ് ലഹു നദീറുൻ നസ്ലാ, ഒരു റക്കായത്ത് നിസ്കരിക്കുക എന്നുള്ളത് വേറെയാണ്, ഓരോ റക്കായത്തിലും അത്തഹിയ്യാത്ത് ഓതുക എന്നുള്ളത് വേറെയാണ്. ആ ഓരോ റക്കായത്തിലും അത്തഹിയ്യാത്ത് ഓതുക എന്നുള്ളത് ലം യുഅഹദ് ലഹു നദീറുൻ, അതിനൊരു നദീർ അറിയപ്പെട്ടിട്ടില്ല അസലൻ, തീരെ ഫർദിലും വന്നിട്ടില്ല സുന്നത്തിലും വന്നിട്ടില്ല. അങ്ങനെ അപ്പൊ പറ്റൂല. ലാഹിറു കലാമിഹിം ഇംതിനാഉ ഫീ കുല്ലി റക്കായത്തിൻ, അയിമത്തിന്റെ കലാമിന്റെ ലാഹിർ അത് പാടില്ല എന്ന് തന്നെ. തശഹുദ് ഓരോ റക്കായത്തിലും പാടില്ല എന്നുള്ളത് അതിന്റെ ശേഷമുള്ള ഗായത്തിന് വേണ്ടി അത് പറയുന്നല്ലേ. ഇപ്പൊ പറഞ്ഞല്ലോ, അതാ വയില്ലം യുത്തവിൽ ജൽസത്തൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിന്റെ ആ ഇരുത്തണ്ടല്ലോ, അത് നീട്ടിയിട്ടില്ലെങ്കിലും ശരി പാടില്ല എന്നാ വരുന്നത്. പിന്നെ ഓഹോ മുഷ്കില് ജൽസത്തുൽ ഇസ്തിറാഹത്ത് നീട്ടുന്ന അളവുണ്ടല്ലോ, ബാത്തിലായി പോകുന്നത്, അത്രയും നീട്ടിയില്ലെങ്കിലും പാടില്ല എന്നാ വരുന്നത്. കാരണം എന്താ, മൻഉഹു ഫീ കുല്ലി റക്അത്തിൻ ഇത്ലാഖാക്കിയല്ലേ പറഞ്ഞത്. അത് അവരുടെ കലാമിന്റെ ലാഹിർ അങ്ങനെയാ. പക്ഷെ ഓഹോ മുഷ്കിലുൻ, അത് മുഷ്കിലാണ്, അവിടെ ഇഷ്കാലുണ്ട്. കാരണം എന്താ, ലിഅന്നഹു ലൗ തശഹദ ഫിൽ മക്തൂബത്തി റുബായിയത്തി, ഒരുത്തന് റുബായിയ ഫർള് നിസ്കാരത്തില് എന്ത് ചെയ്തു, തശഹുദ് ഓതി. മസലൻ റുബായി എന്ന് പറഞ്ഞ ഉദാഹരണല്ലേ, സുലാസി മഗ്രിബിലായാലും ഫീ കുല്ലി റക്അത്തി, ഓരോ റക്അത്തിലും തശഹുദ് ഓതി, എല്ലാ റക്അത്തിലും ഓതി. വലം യുത്തവിൽ ജൽസത്തൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം നീട്ടിയതുമില്ല. ലം യളുർ, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂലല്ലോ, കുഴപ്പമില്ലല്ലോ. അവിടെ സെവിന്റെ സുജൂദിയാണ്, അത് വേറെ വിഷയം. പക്ഷെ നിസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കൂല. നേരത്തെ പറഞ്ഞത് ഈ മൻഉഹു എന്ന് പറഞ്ഞാല് അത് സഹിയാവൂല എന്നല്ല, ആ നിസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കുന്ന കമാഹു ലാഹിറുൻ. അതുകൊണ്ട് ഇത് ഇഷ്കാലുണ്ട്. ഫഇമ്മാ യുഹ്മല, അപ്പൊ ഇഷ്കാലിന് മറുപടിയായിട്ട് എന്താ ചെയ്യാ, ഫഇമ്മാ യുഹ്മല മാഹുന. അപ്പൊ ഇവിടെ പറഞ്ഞ ഇത്ലാക്ക് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം നീട്ടിയില്ലെങ്കിലും പാടില്ല എന്ന് പറഞ്ഞതിനെ ഹംലി ചെയ്യുക. അലാമ ഇദാ തവ്വല ബിത്തശഹുദി ജൽസത്തൽ ഇസ്തിറാഹത്തി. ഇവിടെ പറഞ്ഞ എന്താണ്, ആ കലാമിന്റെ ലാഹിറുണ്ടല്ലോ, ആ ലാഹിറിന് കൈതു കൊടുക്കണം എന്നർത്ഥം. പാടില്ല എന്ന് പറഞ്ഞത് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിന് നീട്ടല് വരുമ്പോഴാണ് പാടില്ല എന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞാല്, അപ്പൊ ഇവിടെ ഉള്ളതും അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ സെവിന്റെ സുജൂദിന്റെ അവിടെ. അപ്പോ എന്താണ്, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിന്റെ അവിടെ തോന്നുന്നു. അപ്പൊ അതിന്റെ മേൽ ഹംലിയ ലിമാമറാന്ന തത്വീലഹ മുബത്തിലുൻ, അത് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അത് ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം നീട്ടിയാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനോടൊക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ലാഹിറിന് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഔയു ഫറക്ക, അപ്പൊ അവിടെ ഉള്ളത് യോജിക്കും, അല്ലെങ്കിൽ അവിടെ ഉള്ളത് ഇവിടെ ഉള്ളതുമായിട്ട് ഫർക്കാക്കുക. അങ്ങനെ ഫർക്കാക്കുക. പിന്നെ കൈഫിയത്തൽ ഫർലി, അവിടെ ഫർള് നിസ്കാരത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പൊ ഫർലിന്റെ കൈഫിയത്ത് ഇസ്തഖറത്ത്, അത് എന്താണ്, ഉറച്ച കാര്യ. അപ്പൊ അതില് ഇസ്തിറാഹത്ത് ഇരുന്നിട്ടുണ്ട് എന്നുള്ളതും അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെ എന്താണ്, ഉറച്ച കാര്യമാണ്. ഫലം യുൻളറിൽ ഇഹ്ദാഥി മാലം യുഹദ് ഫീഹ, അപ്പോ അവിടെ നോക്കിയിട്ടില്ല. ലിഹിദാഥി മാ, ഒന്നിനെ പുതുതായി കൊണ്ടുവരിക. ലം യുഹദ് ഫീഹ, ആ ഫർളില് അറിയപ്പെടാത്ത ഒന്നിനെ ഇഹ്ദാഥ് ചെയ്യുക എന്നതിലേക്ക് നോക്കിയിട്ടില്ല. ബിഖിലാഫിൻ നഫ്ലി, അപ്പൊ അവിടെ അറിയപ്പെടാത്ത ഒന്നിനെ എന്താണ് ഇഹ്ദാഥ് ചെയ്യലാവും എന്ത് ചെയ്താലും, ഓരോ റക്അത്തിലും തശഹുദ് ഓതിയാല്. അപ്പൊ അതുകൊണ്ട് ജൽസത്തുൽ ഇസ്തിറാഹത്ത് നീളുന്നില്ല എന്നുണ്ടെങ്കിൽ അറിയപ്പെടാത്ത ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന പേര് പറഞ്ഞിട്ട് അത് പാടില്ല എന്ന് പറയുന്നില്ല. ജൽസത്തുൽ ഇസ്തിറാഹത്ത് നീളോ ഇല്ലെന്ന് നോക്കിയിട്ടേ പാടുണ്ടോ ഇല്ലെന്ന് പറയുന്നുള്ളൂ. ബിഖിലാഫിൻ നഫ്ലി, നഫ്ല് മുത്തലക്കിന്റെ കാര്യം അങ്ങനല്ല, അതിന്റെ കൈഫിയത്ത് ഈ രീതിയിൽ ഉറച്ചതല്ല. അപ്പൊ ഇവിടെ നഫ്ല് മുത്തലക്കിൽ അത് തീരെ പാടില്ല എന്നും ഫർദ് നിസ്കാരത്തിൽ അങ്ങനെ കുഴപ്പമില്ല എന്നും ഫർക്ക് പറയാം. ഈ പറഞ്ഞ ഇഷ്കാലും മറുപടിയും വരുന്നതാണ്. പിന്നെ
എന്താണ് ഫീമാമറ ഫീമൻ അക്സറ മിൻ തശഹുദൈനി ഫിൽ വിത്തിരിൽ മൗസൂലി വിത്തിര നിസ്കാരം വസിലായിട്ട് നിസ്കരിക്കുമ്പോൾ ഒന്നിച്ച് 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അത് ഖിലാഫുല്ലൗലയാണ് നമ്മൾ പറഞ്ഞല്ലോ. അവിടെ 2 തശഹുദിനേക്കാൾ അധികം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഇഷ്കാലാകും. അപ്പൊ ഇനി പറഞ്ഞ പോലെ മറുപടി പറയണം. അപ്പൊ 2-ലധികം പാടില്ല എന്ന് പറഞ്ഞാൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം നീളുന്ന സ്ഥലത്താണ് പാടില്ല എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് സുന്നത്തല്ലേ, മറ്റേ ഫർളു അല്ലേ എന്നിങ്ങനെ വ്യത്യാസം പറയേണ്ടി വരും. വലഹു ജംഉ അദദിൻ കസീരിൻ ബി തശഹുദിൻ ആഖിറഹു. പിന്നെ ഇവന് ജായിസാണ് കസീറായ അദദിന് ജമ്മു ചെയ്യാം ഒറ്റ തശഹുദ് ഓതിയിട്ട്. 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ അവസാനം എന്താണ്, പിന്നെ ഒരാ തഹിയ്യത്തന്നെല്ലേ ഉണ്ടാവുള്ളൂ സാധാരണ, അങ്ങനെയല്ലേ. ഒരാൾ 10 റക്അത്ത് നഫ്ൽ മുത്തലക്ക് നിസ്കരിക്കുക, എന്നാൽ 10ാമത്തെ റക്അത്തിൽ മാത്രം ഒരു തശഹുദ് ഓതുക, അത് ജായിസാണ്. ബി തശഹുദിൻ ആഖിറഹു. ഹീനൈദിന് അപ്പം എന്താക്കേണ്ടി വരും, യഖറഉ സീറത്ത ഫിൽ കുല്ലി, സൂറത്ത് എല്ലാത്തിലും ഓതേണ്ടി വരും. 10 റക്അത്തിലും സൂറത്ത് ഓതണം. ഇല്ല അങ്ങനെ അല്ലെങ്കിലോ, അതായത് അവസാനത്തിലെ ഒരു തശഹുദ് മാത്രമല്ല എന്നുണ്ടെങ്കിൽ 10 റക്അത്ത് നിസ്കരിക്കുക. അപ്പൊ അവിടെ 3-3 ഓതാം, 4-4 ഓതാം, 2-2 ഓതാം നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയാകുമ്പോ ഫീമാ ഖബല തശഹുദിൽ അവ്വലി, അപ്പോ 1ാമത്തെ തശഹുദിന് മുമ്പുള്ളതിൽ ഓതണം. അപ്പോ 4 റക്അത്ത് കഴിഞ്ഞിട്ടാണ് എന്താക്കിയത്, 4ാമത്തെ റക്അത്തിലാണ് 1ാമത്തെ തശഹുദ് ഓതുന്നെങ്കിൽ ആ 4 റക്അത്തും സുന്നത്ത് സൂറത്ത് ഓതണം. അത് കഴിഞ്ഞ് പിന്നെ വേണ്ട, കമാമറ. ഇനി ഫൈന്നവായതൻ, ഇയാള് നഫ്ൽ മുത്തലക്ക് ഒരു നിശ്ചിത എണ്ണം കരുതി, 10 റക്അത്ത് എന്ന് കരുതിയല്ലേ, 2 റക്അത്ത് എന്ന് കരുതി. വമിൻഹു റക്അത്തു ഇൻദൽ ഫുഖഹായി, അദദ് എന്ന് പറയുമ്പോഴേ അതിൽ പെട്ടതാണെന്ത്, ഫുഖഹായിന്റെ അടുക്കൽ 1 റക്അത്ത്. അപ്പൊ 1 റക്അത്ത് നിയ്യത്ത് ചെയ്തു, 1 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്തു. എന്നാൽ ഫലഹു യസീദ വയൻഖുസ എന്നാണ് ബിശർത്തി തഗ്യീരിൻ നിയ്യത്ത് ഖബ്ലഹുമാ മസല പറയുന്നത്. ഇല്ലാ ഫതബത്തുലു എന്ന്. അപ്പൊ ആ നിശ്ചിത എണ്ണം കരുതി അതിനേക്കാൾ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. അപ്പോൾ 1 റക്അത്ത് കരുതിയിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്താല് വേണമെങ്കിൽ 2 ആക്കാം, 4 ആക്കാന്ന് പ്രശ്നമല്ല. 4 2 കരുതിയാല് വേണമെങ്കിൽ 1 ആക്കി ചുരുക്കുക, 2 ആക്കി ചുരുക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഈ അദദ് എന്ന് പറയുമ്പോ എന്താണ്, ഇൽമുൽ ഹിസാബിന്റെ ഉലമാന്റെ അടുക്കൽ 1 എന്ന് പറഞ്ഞത് അദദല്ല, 1 എന്ന് പറഞ്ഞത് അദദല്ല. അതാ പറഞ്ഞ, അതുകൊണ്ടാ പറഞ്ഞ വമിൻഹു അദദിൽ പെട്ടതാണ് റക്അത്തു ഇൻദൽ ഫുഖഹായി, ഫുഖഹായിന്റെ അടുക്കൽ 1 റക്അത്തായി പെട്ടതാ. നുഹാത്തും അങ്ങനെ തന്നെ പറയുന്നവരാണ്. മാവുലിയാലി കമ്മിയത്ത് ഷൈഇ എന്നാണ് അവർ താരീഫ് പറഞ്ഞത്. എന്നാല് വൈങ്കാനൽ വാഹിദ് വൈറാദതിന് ഏതവസ്ഥയിൽ 1 എന്നുള്ളത് അദദല്ലെങ്കിൽ അല്ല, ഇന്ത അക്സറിൽ ഹുസാബി, ഇൽമുൽ ഹിസാബിന്റെ ഉലമായിൽ അക്സറിന്റെ അടുക്കലും അങ്ങനെയല്ല. അതിന് കാരണം എന്താ അറിയോ, അവര് താരീഫ് പറഞ്ഞ മാസാവാ നിസ്വ മജ്മൂഅ ഹാഷിയത്തൈഹിൽ ഖരീബത്തൈനി അവിൽ ബഈദത്തൈനി, ഒന്നേ അങ്ങനെയാണ്, ബഈദത്തൈനി അലസവായിന്ന്, അല്ലെ മാസാവാ നിസ്വ മജ്മൂഅ ഹാഷിയത്തൈഹി സുഗ്റാവൽ കുബ്റ എന്നും പറയുന്നുണ്ട് താരീഫ്. അതായത് 1 സാവ അത് തുല്യമായിട്ടുണ്ട് എന്തിനോട്, നിസ്വ മജ്മൂഅ ഹാഷിയത്തൈഹി, ആ 1ന്റെ അപ്പുറം ഇപ്പുറം. ഹാഷിയ എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറം 2 വശമല്ലേ, അത് 2 കൂട്ടണം. അപ്പുറം എന്ന് പറഞ്ഞാൽ അതിന്റെ കരീബായ 2 വശം, അത് 2നെയും കൂട്ടിയിട്ട് പകുതിയാക്കിയതിനോട് തുല്യമായത്. അപ്പൊ 2 എടുത്താൽ അതിന്റെ അപ്പുറം ഇപ്പുറം എന്ന് പറഞ്ഞാൽ 1 3 ആണ്. ആ 1 3 കൂട്ടുമ്പോ 4 കിട്ടുമല്ലോ, 4ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2, അപ്പൊ 2 അദദാണ്. അല്ലെ ബഈദത്തൈനി എന്ന് പറഞ്ഞതോ അത് അതിന്റെ അപ്പുറത്തല്ല, അപ്പൊ 2ന് എന്തുണ്ടാവില്ല, പിന്നെ ബഈദത്തായ 2 ആശയം ഉണ്ടല്ലോ, 3 എടുത്താൽ ഉണ്ടാവും. 3 എടുത്താൽ 1 എന്ന പോലെ 5 ആണ്, അതാ ബഈദത്ത് തന്നെ. അപ്പൊ അതിന്റെ 2 വശം, അപ്പൊ 1 5 കൂട്ടിയാൽ 6 കിട്ടും, 6ന്റെ പകുതി 3, അപ്പൊ 3 അദദാണ്, 2 അദദാണ്. 1 അദദല്ല എന്ന് പറയാൻ കാരണം അതിന് 2 ഹാഷിയല്ലല്ലോ, അപ്പുറം ഇപ്പുറം ഇല്ല, അതിന്റെ ഇപ്പുറം ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ അപ്പൊ അതുകൊണ്ടാണ് എന്താ അക്സറുൽ ഹിസാബിനെ അതല്ല തന്നെ. ഫലഹു അൻ യസീദ അലൈഹി ഫീ ഗൈരി മാ മറ ഫീ മുത്തയമ്മിമിൻ റഅൽ മാ അസ്നാഅഹു.
തയമ്മം ചെയ്ത ആളിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് വർദ്ധിപ്പിക്കാൻ പാടില്ല. അയാളെന്താണ്, വെള്ളം കണ്ടിട്ടുണ്ട് അതിന നിസ്കാരത്തിന്റെ ഇടയിൽ, അങ്ങനെയുള്ള അയാൾ വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. അസിന അഹു എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താണ് കരുതിയ ആ എണ്ണ ഉണ്ടല്ലോ അതിന്റെ ഇടയിൽ, എന്നാ വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അയാളല്ലാത്ത ആൾക്ക് വർദ്ധിപ്പിക്കാം എന്നാ. വായി എങ്കുസ എന്നോ അതിനേക്കാൾ ചുരുക്കുകയും ചെയ്യും. കാരണം അക്സറമിൻ റക്കായത്തിന് ചുരുക്കൽ ഒരു റക്കായത്തിൽ കൂടുതലുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ, ഒന്നിനേക്കാൾ പിന്നെ കുറക്കാൻ പറ്റൂലല്ലോ. ബിഷർത്ത് തകയിരിൻ നീയത്ത് കബലഹും, അത് രണ്ടിന്റെ മുമ്പ്, ഈ കൂട്ടുന്നതിന്റെ കുറക്കുന്നതിന്റെ മുമ്പ് നീയത്ത് മാറ്റണം എന്ന ഷർത്തോടുകൂടെ. രണ്ട് ഹുമാന്ന് പറഞ്ഞ ലമീർ ഐ സിയാദത്തി വൻ നഖ്സി, അതാ കൂട്ടുക കുറയ്ക്കുക. ലിമാ തഖറ അന്നഹു ലാ ഹസ്റ ലഹു. അപ്പൊ അങ്ങനെ പറ്റും എന്നുള്ളതിന് തെളിവ് പറഞ്ഞതാ മുമ്പ് നമ്മൾ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. എന്ത്, അന്നഹു ലാ ഹസ്റ ലഹു, നഫ്ലും മുത്തലക്കിന് ഹസറില്ല, എണ്ണം കണക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കണക്കാക്കി എണ്ണം മാറ്റാൻ തീരുമാനിച്ചാലേ പറ്റും. ഇല്ല യുഗയ്യിരിൻ നിയ്യത്ത ഖബലഹുമാ, അപ്പൊ ആ നിയ്യത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ തഅമ്മദ ദാലിക, മാറ്റാതെ തന്നെ എന്ത് ചെയ്തു, ഇപ്പൊ രണ്ടരക്കാലത്ത് കരുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവൻ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു, എന്നിട്ട് രണ്ടരക്കാലത്തില് തഹിയ്യാത്ത് ഓതിയിട്ട് മൂന്നാമത്തേലേക്ക് അങ്ങ് എഴുന്നേറ്റു, ബോധപൂർവം തന്നെ, നിയ്യത്ത് മാറ്റിയില്ല, മൂന്നാക്കുന്നോ നാലാക്കുന്നോ കരുതിയിട്ടില്ല. അപ്പോൾ തബുത്തുലു സ്വലാത്തു ബിദാലിക, അപ്പോൾ പിന്നെ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. ലിഅന്നല്ലദി അഹദസഹു ലം തശ്മൽഹു നിയ്യത്തുഹു, കാരണം ഇവന് പിന്നെ പുതുതായി ഉണ്ടാക്കുന്ന ഒന്ന്, അതായത് ഇവന് വർദ്ധിപ്പിച്ചല്ല, പിന്നെ ഒരു റക്അത്ത് നിസ്കരിക്കുന്നു, കരുതിയതിനേക്കാൾ അധികമായ ഒരു റക്അത്ത് നിസ്കരിക്കുന്ന ആ നിസ്കാരം അതിനെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ലം തശ്മൽഹു നിയ്യത്തുഹു, ഇവൻ നിയ്യത്ത് രണ്ടറക്കാത്താണ്, മൂന്നാമത്തെ അതിൽ ഉൾക്കൊള്ളിക്കുന്നില്ലല്ലോ. അമ്മായിദ സഹാബ, ഇത് ബോധപൂർവം ചെയ്താൽ നിസ്കാരം പാത്തിലാന്ന് പറഞ്ഞു. അമ്മായിദ സഹാബ മറന്നിട്ടാണെങ്കിലോ ഫയഊദു, അപ്പോൾ അവൻ മടങ്ങണം. ലിമാനവ, അവൻ എത്രയാണോ കരുതിയത് അതിലേക്ക് മടങ്ങണം. യസ്ജുദുൽ ഇസ്സഹ്വി, എന്നിട്ട് സഹ്വിന്റെ സുജൂദും ചെയ്യണം. ഇനി ഫലവും നവ റക്കായത്തതിന്, ഒരുത്തർ രണ്ടറക്കായത്ത് നഫ്ലു മുത്തലക്ക് കരുതി, ഫഖാമയില സാലിസത്തിൻ സഹുവൻ, എന്നിട്ട് മൂന്നാമത്തേലേക്ക് മറന്നെഴുന്നേറ്റു. സുമ്മ തദക്കറ, എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഓർമ്മയായി. അപ്പൊ ഇപ്പൊ മടങ്ങണം എന്നല്ലേ നമ്മൾ പറഞ്ഞത്, അതന്നെ. ഫല്ലസഹു അന്നഹു യഖൂദു ഉജൂബൻ, അവന് ഇരിക്കണം. അപ്പൊ മൂന്നാമത്തെ ഖിയാമിലെത്തിയപ്പോഴാണ് എന്ത് ചെയ്ത് ഇവന് ഓർമ്മയായത്, എന്നാല് അവിടെ ഇരിക്കണം, ഉജൂബൻ നിർബന്ധമാണ്. കാരണം കരുതിയ രണ്ടരക്കാലത്തല്ലേ. അവിടെ ഇരുന്നതിന് ശേഷം പിന്നെന്ത് ചെയ്യാ, വേണമെങ്കിൽ നിയ്യത്ത് മാറ്റിയിട്ട് പിന്നെ കൂട്ടാം. അതാ സുമ്മയക്കൂമോ, പിന്നെ അവൻ എഴുന്നേൽക്കാം. ലിസിയാദത്തി, സിയാദത്തിന് വേണ്ടി എഴുന്നേൽക്കാം. ഇൻഷാ, അവനുദ്ദേശിച്ചാൽ. എന്തിനാ ഇൻഷാ എന്ന് പറഞ്ഞാല് ആ സിയാദത്ത് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇരുന്നതിന് ശേഷം പിന്നെന്ത് ചെയ്യാ, രണ്ട് എന്നുള്ള ഞാൻ നാലാം സംസ്കരിക്കുന്നതിന് നിയ്യത്ത് മാറ്റിക്കൊണ്ട് എഴുന്നേൽക്കാം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, സുമ്മ യസ്ജുദുൽ സഹ്വി ആഖിറ സലാത്തിഹി, ഇവിടെ നിസ്കാരത്തിന്റെ അവസാനം എന്ത് ചെയ്യണം, സഹ്വിന്റെ സുജൂദ് ചെയ്യണം. കാരണം എന്താ, അന്ന തഅമ്മുദ ഖിയാമിഹി ലിസാലിസത്തി മുബ്തിലുൻ, മൂന്നാമത്തേലേക്ക് ബോധപൂർവ്വം എഴുന്നേൽക്കൽ ബാത്തിലാണ്. അപ്പൊ ബോധപൂർവ്വം എഴുന്നേൽക്കുന്നത് ഇപ്പൊ മറന്നു ചെയ്തല്ലേ. തഅമ്മുദ് ബാത്തിലാക്കുന്ന കാര്യം മറന്നു ചെയ്താല് സഹ്വിന്റെ സുജൂദ് ചെയ്യണല്ലോ ആ നിലക്ക്. ഇനി വൈല്ലം യശ, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഇനി അത് ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ, വൈല്ലം യശ, അവൻ സിയാദത്ത് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ കായതാവൻ ഇരിക്കണം. സുമ്മ തശഹദ, പിന്നെ തശഹൂദ് ഓതണം. സുമ്മ സജദ ലിസ്സഹ്വി, പിന്നെ സഹ്വിന് സുജൂദ് ചെയ്യണം. സുമ്മ സല്ലമ, പിന്നെ സലാമും വീട്ടണം എന്നാ. പിന്നെ അപ്പൊ അവിടെ അത്തഹിയ്യാത്ത് ഓതാതെ എഴുന്നേറ്റെടുത്ത, അതുകൊണ്ടാ സുമ്മ തശഹദ എന്ന് പറഞ്ഞത് അല്ലേ. മൂന്നാമത്തേലേക്ക് എഴുന്നേറ്റതേ തശഹുദ് ഓതായ പോയതുകൊണ്ടാ. തശഹുദ് ഓതിയെങ്കിൽ പിന്നെ തശഹുദ് ഓതണ്ടല്ലോ. പിന്നെ വലാഹിറു കലാമിഹിം ഹുന, ഇവിടെ അസ്ഹാബ് പറഞ്ഞതിന്റെ ലാഹിറ അന്നഹു ഇദാറാദ സിയാദത ബഅദ തദക്കുരിഹി, ഇവനങ്ങനെ മൂന്നാമത്തേലേക്ക് എഴുന്നേറ്റതിന് ശേഷം ഇവന് ഓർമ്മയായി, ഞാൻ മൂന്നാമത്തേലേക്ക് എഴുന്നേറ്റ് പോയല്ലോ എന്ന് ഓർമ്മയായതിനു ശേഷം സിയാദത്ത് ഉദ്ദേശിച്ചാലും വലം യസിർ ലിൽ ഖിയാമി അഖറബ, അവിടെ ഖിയാമിലേക്ക് അഖറബ ആയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഇവന് ഓർമ്മയായി. ബഅദ തദക്കുരിഹി എന്ന് പറഞ്ഞതേ എപ്പോഴാ ഓർമ്മ ആയത്, ഇവൻ മൂന്നാമത്തേലേക്ക് എഴുന്നേറ്റ് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്നേ ഉള്ളു, അപ്പൊ തന്നെ ഓർമ്മയായി. ഖിയാമിലേക്ക് അഖറബായിട്ടുമില്ല. അന്നഹു യൽസമുഹുൽ അഉദു ലിൽ ഖുഊദി, എന്നാല് ഇരുത്തത്തിലേക്ക് മടങ്ങണം എന്നത് നിർബന്ധമാണ്.
നേരത്തെ അങ്ങനല്ലേ പറഞ്ഞേ? സുമ്മത്തതക്കറ എന്ന് പറഞ്ഞതിനടുത്ത് ഖിയാമിലേക്ക് അക്രബായില്ല എന്നൊന്നും എന്ത് ചെയ്തിട്ടില്ല, അവിടെ തഫ്സീൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതാ മനസ്സിലാകുന്നത്. ലിയാദിമിൽ എഴുത്തിദാദി ഹറക്കത്തി, കാരണം എന്താ, ഇവന്റെ ആ ചലനം ഉണ്ടല്ലോ, എഴുന്നേക്കാൻ വേണ്ടിയുള്ള ചലനം, അത് മുഅ്തദ് ബിഹി അല്ല, പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പൊ അതുകൊണ്ട് മടങ്ങണം. ഫലാ യജൂസുൽ ബിനാഉ അലൈഹ, അപ്പൊ ഇവന് ജായിസ് അല്ല ബിനാ എന്തിന്റെ മേലെ, ആ ഹറക്കത്തിന്റെ മേലെ എടുക്കുക. അതിന്റെ ബാക്കി എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാം, മുകളിലോട്ട് അങ്ങനെ പോയാൽ പോരാ. സിയാദത്ത് ഉദ്ദേശിക്കുന്നെങ്കിൽ വലൈഹി ഉഫറഖു ബൈന ഹാദാ വത്തഫ്സീൽ സാബിഖ് ബി സുജൂദി സഹ്വി, സെഹ്വിന്റെ സുജൂദ് എന്താണ് മശ്റൂ ആകുന്ന സ്ഥലത്ത്, മത്ലൂബ് ആകുന്ന സ്ഥലത്ത്, അതായത് ഇവൻ മറന്നു എഴുന്നേൽക്കുമ്പോ എന്താണ് ഖിയാമിലേക്ക് അക്രബായാല് ഇല്ലെങ്കിൽ എന്നൊരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആ വിശദീകരണം ഇല്ലായിരുന്നു. അപ്പൊ എന്താ വ്യത്യാസം? ബൈന കൗനിഹിലിൽ ഖിയാമി അക്രബ, അവൻ ഖിയാമിലേക്ക് അക്രബാകുക അല്ല ആകാതിരിക്കുക എന്നതിന്റെ ഇടയിലും പിന്നെ അതാണ് മുമ്പ് കഴിഞ്ഞ എന്താണ് തഫ്സീൽ സാബിഖ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയിൽ ഫർക്കാക്കും. ബി അന്നൽ മൽഹല സമ്മ, അവിടെ നോട്ടം എന്തിലേക്കാണ്, മാ യുബുത്തിലു തഅമ്മുദുഹു, കണ്ടോ, ബോധപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാക്കുന്ന ഒരു കാര്യം മറന്നു ചെയ്യാന്നുള്ളതാ. അപ്പൊ ഏതുകൊണ്ടാ തഅമ്മുദ് കൊണ്ട് ബാത്തിലാകല്, ഖിയാമിലേക്ക് അക്രബായാലാണ്, ഹത്താ യഹ്താജ ലിജബ്രിഹി. അപ്പൊ അതാണ് എന്ത് ചെയ്യാ, ആ പരിഹരിക്കലേക്ക് ആവശ്യമാകുക. മായുബത്തുലു തഅമ്മുദുഹു ആണ് ആ ജബർ ചെയ്യുന്നതിലേക്ക് ആവശ്യമാകുക. ഹുന ഇവിടാണെങ്കിലോ നോട്ടം ബി അന്നൽ മൽഹല സമ്മ, അതിന്റെ മേലെത്തുക, സമ്മന്റെ മേലെത്തുമ്പോ ഇവിടെ നോട്ടം അതുമുല്ലേത്തിദാദി ബഹറക്കത്തി, ഇവന് എഴുന്നേക്കാൻ തുടങ്ങിയ ചലനുണ്ടല്ലോ പരിഗണിക്കൂല എന്നുള്ളതാ. അതുകൊണ്ട് തന്നെ ഹത്തലായ ജൂസുലഹുൽ ബിനാവു, അവന് ബിനായ് ജായിസല്ല അലേഹ, എന്തിന്റെ മേലെ, ഹർക്കത്തിന്റെ മേലെ എടുക്കാൻ പറ്റൂല. ഇനി ബൈനഹു ബൈനമാ ലൗ സഖത്ത ലിജംബിഹി അസ്സാബിഖ് ഫി സുജൂദി, ഇപ്പൊ നേരത്തെ പറഞ്ഞത് സെഹ്വിന്റെ സുജൂദിൽ കഴിഞ്ഞ വിശദീകരണ എന്ന പോലെ ഇവിടെയുള്ള ഇതിന്റെ മേലും ബൈന ഹാദാന്ന് നേരത്തെ പറഞ്ഞില്ല, അതിലേക്ക് അലമീറാണ് ബൈനഹു ഇപ്പറഞ്ഞതിന്റെയും മുമ്പ് സുജൂദില് എന്താണ് മുമ്പ് കഴിഞ്ഞു, ചെരിഞ്ഞു വീണുപോയി, ബനിങ്ങ നിക്കുക, അപ്പൊ റുക്കൂഴിന്ന് ചെരിഞ്ഞു വീണുപോയി. പിന്നെ അപ്പറഞ്ഞതിന്റെ ഇടയിൽ ബി അന്നഹു സമ്മ ലം യഫ്അൽ സിയാദത്തൻ, അവിടെ എന്ത് ചെയ്തിട്ടില്ല, സിയാദത്തൊന്നും ചെയ്തിട്ടില്ല, വീണുപോയതല്ലേ, അപ്പൊ അവിടെ സുജൂദ് വേണ്ടാന്ന് പറഞ്ഞു. ബിഖിലാഫി ഹുന, ഇവിടെ അങ്ങനല്ല, ഇവിടെ അവനൊരു കാര്യം ചെയ്തല്ലോ. ഖുൽതു നഫ്ലുൽ ലൈലി അഫ്ളലു, പിന്നെ അപ്പൊ ബൈനഹു വബൈന എന്ന് പറഞ്ഞതാ, ബൈനഹു വബൈന മാ ലൗ സഖത്ത എന്ന് പറഞ്ഞത് യുതഅമ്മൽ എന്ന് ഇബ്നു ഖാസിം എഴുതി. ഒന്നും ചെയ്തു, ഇവിടെ ആണെങ്കിൽ ചെയ്തു, അവിടെ ചെയ്തില്ല എന്ന് പറയുമ്പോ സമ്മ ലം യഫ്അൽ സിയാദത്തൻ ബിഖിലാഫിഹി ഹുന, ഇവിടെ സിയാദത്ത് ചെയ്തിട്ടുണ്ടല്ലോ. എന്താ സിയാദത്ത് ചെയ്തത്, ഇവിടെ സിയാദത്ത് ചെയ്തത് ആ ഹറക്കത്ത്, അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങിയില്ലേ, അത് തന്നെ അവിടെ വീണു പോയതല്ലേ, ചെയ്തിട്ടില്ലല്ലോ എന്നല്ലേ. ഇനി ഖുൽതു നഫ്ലുൽ ലൈലി അഫ്ളലു, രാത്രിയിലെ സുന്നത്ത് നിസ്കാരം അഫ്ളലാണ്. അപ്പൊ ഇലാഫത്ത് ഫീന്റെ അർത്ഥത്തിനാ, അതായി നഫ്ലുൽ മുത്ലഖു ഫീഹി എന്ന് പറഞ്ഞത്. നഫ്ലുൽ ലൈലി എന്ന് പറയുമ്പോ സാധാരണ അങ്ങനെ പറയുമ്പോ നിസ്കരിക്കുന്ന ആളിലേക്കല്ലേ ചേർക്കുക, ലാമിന്റെ അർത്ഥത്തിനാണ് ഫായിലല്ലേ വരണ്ടിയ. അപ്പൊ അതിനാ പറഞ്ഞത് ഫീന്റെ അർത്ഥത്തിനാ. ഇലാഫത്ത് അങ്ങനെ ലാമിന്റെ ഫീന്റെ മിന്നിന്റെ ഒക്കെ അർത്ഥത്തിന് വരുമല്ലോ. അപ്പൊ രാത്രിയിലെ സുന്നത്ത് നിസ്കാരം അത് മുത്തലക്ക് സുന്നത്ത് നിസ്കാരം,
മുത്തലക്ക് എന്ന് കൊടുക്കണം. കാരണം നമ്മൾ അല്ലാത്തെല്ലാം ഫളലെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. അഫ്ളലു മിനൻ നഫ്ലിൽ മുത്തലഖി നഹാറൻ, പകലിലെ മുത്തലക്ക് സുന്നത്ത് നിസ്കാരത്തേക്കാൾ അഫ്ളലാണ് രാത്രിയിലെ മുത്തലക്ക് സുന്നത്ത് നിസ്കാരം. ഇതിൽ ഖബരി മുസ്ലിമിൻ ഹദീസ് എന്താണ്, അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈലി എന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ നിസ്കരിക്കൽ അഫ്ളലാണ്. അപ്പൊ അത് എന്താണ്, ഹമലൂഹു, ഈ ഹദീസിനെ ഹംലി ചെയ്തു അലൻ നഫ്ലിൽ മുത്തലഖി, മുത്തലക്ക് സുന്നത്ത് നിസ്കാരാണ് പറഞ്ഞത് ഇമാം റഫീ ഗൈരിഹി. കാരണം എന്താ, ഈ നഫ്ലുൽ മുത്തലക്ക് അല്ലാത്തതിന്റെ ഫضലുകൾ മുമ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ജമാഅത്ത് സുന്നത്തുള്ള അഫ്ളലാണെന്നോ അല്ലാന്നോ, തറാവിനേക്കാൾ അഫ്ളൽ റവാത്തിബാന്നെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി റുവിയായിലൻ വേറൊരു ഹദീസുണ്ട് ഈ ഇതിന് തെളിവായിട്ട് പറയാവുന്ന, അന്ന കുല്ലലൈലത്തിൻ ഫീഹാ സഅത്തു ഇജാബത്തിൻ. കണ്ടോ, രാത്രിയിലെ മുത്തലഖ് സുന്നത്ത് അഫ്ളൽ എന്നുള്ളതിന് എല്ലാ രാത്രിയിലും ഒരു ഇജാബത്തിന്റെ സഹായത്തുണ്ട് എന്ന് ഒരു ഹദീസുണ്ട്. അപ്പൊ ആ ഇജാബത്തിന്റെ സഹായത്ത് എല്ലാ രാത്രിയിലും ഉണ്ടെങ്കിൽ ഇവന്റെ നിസ്കാരം അതിനോടൊത്തു വന്നു കഴിഞ്ഞാല് അപ്പൊ അതിന് മഹത്വമുണ്ടല്ലോ. അങ്ങനെ ഔസത്തു അഫ്ളലു, പിന്നെ ഈ രാത്രിയിൽ നിന്ന് മധ്യഭാഗമാണ് അഫ്ളല്. സുമ്മ ആഖിറുഹു, അത് കഴിഞ്ഞാൽ പിന്നെ അവസാനാണ്. അപ്പോ മധ്യഭാഗം അഫ്ളല് എന്ന് പറഞ്ഞാൽ മിൻ തറഫൈഹി ഇദാ ഖസ്സമഹു അസ്ലാസൻ, മധ്യഭാഗമാകണമെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗമായിട്ട് ഓഹരി ചെയ്താൽ മധ്യഭാഗം ഉണ്ടാവില്ല. അപ്പൊ അത് ഖസ്സമഹു സലാസൻ, 3 ഭാഗമായിട്ട് ഓഹരിയാക്കിയാല് അതിന്റെ മധ്യഭാഗം, ആദ്യ അവസാനം അല്ല. കാരണം എന്താ, ലിഅന്നൽ ഗഫ്ലത ഫീഹി അത്തമ്മു, കാരണം ആ സമയത്താണ് ജനങ്ങൾക്ക് മൊത്തത്തിൽ കൂടുതൽ ഗഫ്ലത്ത് ഉണ്ടാകുന്നത്. അപ്പൊ കൂടുതൽ എല്ലാവർക്കും ആൾക്കാർക്ക് ഗഫ്ലത്ത് ഉണ്ടാകുന്ന സമയത്ത് ഇവനെന്താണ്, ഗഫ്ലത്തൊക്കെ ഒഴിവാക്കിയിട്ട് എഴുന്നേറ്റ് ഇബാദത്തിൽ മുഴുകുക, നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കൂലിയുള്ളതാ. വല്ല ഇബാദത്ത ഫീഹി അസ്ഖലു എന്ന പോലെ അതിലെ ഇബാദത്ത് എന്താണ്, പ്രയാസം കൂടിയതാണ്. ആദ്യം ഒന്ന് ഇറങ്ങി പിന്നെ അവസാനം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ കാര്യമല്ല, ഇടയ്ക്ക് എഴുന്നേൽക്കുക എന്നല്ല, ഇടയ്ക്ക് എഴുന്നേറ്റ് പിന്നെ ഉറങ്ങണ്ടേ. അപ്പൊ എന്താണ്, ഇടയ്ക്ക് എഴുന്നേൽക്കൽ പ്രയാസ. പിന്നെ വാഫ്ലലു മിൻഹു, ആ ഔസത്തിനേക്കാൾ അല്ല, ഈ ഔസത്തിൽ നിന്ന് അഫ്ലല് അതേതാ, അസുദുസു റാബി വൽ ഖാമിസു, 4-ാമത്തെയും 5-ാമത്തെയും സുദുസാണ്. അല്ല, അഫ്ളലു മിൻഹു എന്ന് പറഞ്ഞാല് നാലാമത്തെ 5-ാമത്തെയും സുദുസ് അഫ്ളലു മിൻഹു എന്ന് പറഞ്ഞത്. അപ്പൊ അസ്ദാസാക്കുമ്പോ 4-ാമത്തെ 5-ാമത്തെ എന്ന് പറയുമ്പോ എന്താണ്, മധ്യത്തിൽ വന്ന സുലുസിൽ പെടും ഏത്, സുദുസ് റാബിയോ, എന്നാ 2, 4, 6 അല്ലേ. പക്ഷെ 5-ാമത്തേത് എന്ന് പറഞ്ഞതോ അത് അവസാനത്തെ സുലുസിലല്ലേ വരിക. അപ്പൊ അഫ്ളലു മിൻഹു എന്ന് പറഞ്ഞാല് ആ ഔസത്തിനേക്കാൾ അഫ്ളല് എന്ന് പറയേണ്ടി വരും. മുഫല്ലലു മിന്നുന്റെ മിന്നാക്കണം, എന്നാലേ പറ്റുള്ളൂ. ലിൽ ഖബറിൽ മുത്തഫഖ് അലൈഹി അഹബ്ബുസ്സലാത്തി ഇലല്ലാഹി തആല സ്വലാത്തു ദാവൂദ് അലൈഹിസ്സലാം കാന യനാമു നിസ്ഫൽ ലൈലി, ആദ്യത്തെ പകുതി കണ്ട് ഉറങ്ങും. വയഖൂമു സുലുസഹു, അത് കഴിഞ്ഞിട്ടോ പിന്നൊരു 3-ൽ-1 ഭാഗം നിസ്കരിക്കും. വയനാമു സുദുസഹു, അപ്പൊ പകുതി കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് 3-ൽ-1 കഴിഞ്ഞാല് പിന്നെ എത്ര ഉണ്ടാവുള്ളൂ, പിന്നൊരു സുദുസല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സുലുസ് എന്ന് പറഞ്ഞത് ആ സുദുസും റാബിയും ഖാമിസുവാ. അങ്ങനെ ആദ്യത്തെ പകുതി മൊത്തം 6 ആദ്യത്തെ പകുതി എന്ന് പറഞ്ഞാല് 3 കഴിഞ്ഞല്ലോ. പകുതി കഴിഞ്ഞിട്ടുള്ള ആദ്യ ഭാഗം എന്ന് പറഞ്ഞാല് ആ 4-ാമത്തെ 6-ൽ-1, അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ 6-ൽ-1, അത് കഴിഞ്ഞ് 6-ാമത്തെ 6-ൽ-1 അന്നേരം ഉറങ്ങുന്ന സമയമാണ്. അപ്പൊ ഇതുകൊണ്ടത് പിന്നെ സുമ്മ ആഹിറുഹു, ആഹിറാണ്, ഐ നിസ്ഫുൽ ആഹിർ ഇൻഖസ്സമഹു നിസ്ഫൈനി. അപ്പൊ ഇങ്ങനെ തഖ്സീമാക്കുന്ന വ്യത്യാസം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുന്ന അർത്ഥം. പകുതിയും പകുതിയാക്കിയാല് അവസാനത്താണ്. ഔ സുലുസുൽ ആഖിർ ഇൻഖസ്സമഹു അസലാസൻ, അല്ലെങ്കിൽ അതായത് 3 ആക്കുമ്പോ എന്താണ്, നേരത്തെ മദ്യമാണ് അഫ്ളൽ എന്ന് പറഞ്ഞു.
എന്നാൽ ആ മദ്യം കഴിഞ്ഞും വെച്ചാൽ ആദ്യമാണോ അവസാനമാണോ അഫ്ലല്, അതാ ഞാൻ പറയുന്നത്. സുലുസുൽ ആഖിറു, അവസാനത്തെ സുലുസ് അഫ്ലലാണ്. അപ്പോ ഇൻ ഖസ്സമഹു അസലാസൻ അഫ്ലലു മിൻ അവ്വലിഹി അല്ലോ. ആ എന്താണ് രാത്രിയുടെ അവലിനേക്കാൾ അഫ്ലല് അവസാനാണ്. അപ്പൊ ആ പറഞ്ഞ ഔസത്തും ഈ പറഞ്ഞ ആഖിറും തമ്മിൽ എതിരല്ല. ഔസത്ത് തന്നെ അഫ്ലല്. ഇനി ഔസത്ത് കഴിഞ്ഞാൽ ഏതാ അഫ്ലല്? തുടക്കാണോ ഒടുക്കാണോ? ഒടുക്ക അഫ്ലല് എന്ന് പറഞ്ഞത് ഖില്ലത്തിൽ മഅസിഫി ഗാലിബൻ. കാരണം അവസാന നേരാകുമ്പോഴേ അപ്പൊ മഅസിയത്ത് അധികം കുറവാണല്ലോ. അപ്പൊ മഅസിയത്ത് പറഞ്ഞ നേരത്തെ ബാധ്യല്ലേ നല്ലത്. മഅസിയത്ത് കൂടിയ നേരത്തെ ചെയ്താൽ ചിലപ്പോ അതിന്റെ പേരിൽ സ്വീകരിക്കാതെ പോയാലോ. ഇവൻ ചെയ്യുന്ന കാര്യമല്ല മൊത്തത്തിലേ. പിന്നെ വലിൽ ഹദീസ് സഹീഹി, സ്വഹിയായ ഹദീസിന് വേണ്ടിയും യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലാ സമാഇ ദുനിയ ഫീ കുല്ലി ലൈലത്തിൻ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ അഖീറു ഫയഖൂലു മൻ യദ്ഉനി ഫഅസ്തജീബ ലഹു വമൻ യസ്അലുനി ഫഉഅ്തിയഹു വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു. അവിടെ യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലാ സമാഇ ദുനിയ ഫീ കുല്ലി ലൈലത്തിൻ, ഓരോ രാത്രിയിൽ. ഇവിടെ എന്താണ് ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ അഖീറൂന. വേറെ ചില എന്താണ് നിസ്ഫുല്ലൈല് എന്ന് വേറെ അതിന്റെ തന്നെ വേറെ റിവായത്തിലുണ്ട്. പിന്നെ ഇത് അവസാനത്തെ സുലുസിൽ എന്നാ, വേറെ സുലുസുല്ല എന്ത് ആദ്യത്തെ സുലുസിൽ തന്നെ എന്നുണ്ട്. അപ്പോ അങ്ങനെ ഈ ഹദീസെല്ലാം കൂടി ജമ്മ ചെയ്താലേ ഈ യൻസിലു റബ്ബുന എന്നുള്ളതിന് അത് ഇയാള് ഈ ഇബ്നു തൈമിയ്യ ഉണ്ടല്ലോ, അതതിന്റെ കുറച്ചുകൂടി വായിച്ചിട്ട് പറയാം. അപ്പൊ യൻസിലു റബ്ബുന തആല തബാറക വ തആല എന്ന് പറഞ്ഞ ആ ഈ എന്താണ് സുലുസുൽ ലൈലിൽ അഖീർ എന്ന് പറഞ്ഞ ഹദീസ് ഉള്ളത് കൊണ്ടും അപ്പൊ ആ റിവായത്ത് പരിഗണിച്ചിട്ടാണ്. അപ്പൊ മഅന യൻസിലു റബ്ബുന, യൻസിലു റബ്ബുനാന്റെ അർത്ഥം എന്താ? യൻസിലു അംറുഹുന, അള്ളാന്റെ കൽപ്പന വരുന്ന. എന്താ അമ്ര്? ഇത് തന്നെ മയ്യദൂനി വാസ്തജീബ ലഹു മയ്യസ്അലുനി വഉഅ്തിയഹു മയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു എന്നുള്ളത് ഇങ്ങോട്ടെന്ത് ഒന്നാം ആകാശത്ത് നിന്ന് ഒരു എന്താണ് വിളിയാളം ഉണ്ടാകുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാന്റെ ഒരു വിളിയാളം, അള്ള വിളിക്കാന്നല്ല. പിന്നെ അള്ള വിളിക്കാന്ന് പറഞ്ഞാല് ഹർഫും സൗത്തുള്ള വിളി അല്ലാത്ത വിളിയാണെങ്കിൽ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഒരു മലക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് വിളിക്കും അങ്ങനെ. അപ്പൊ യൻസിലു അംറുഹു എന്നാണ് അതിന്റെ അർത്ഥം. കമ അവലഹു ബിഹിൽ ഖലഫു വബഅദു അക്കാബിരി സലഫി, സലഫുസ്സാലിഹീങ്ങളിൽ നിന്ന് ചില മഹാന്മാരോ ചെറിയവരല്ലോ വലിയ ആൾക്കാർ തന്നെ അങ്ങനെ തഅ്വീൽ ചെയ്തിട്ടുണ്ട്. എന്ന പോലെ ഖലഫുവിനെ എല്ലാരും അങ്ങനെ തഅ്വീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പൊ യൻസിലു അംറുഹു എന്നുള്ളതിന് അർത്ഥം എന്ന് പറഞ്ഞത് ഇമാം അസ്നവി പറഞ്ഞത് അവിടെ എന്താണ് ഷർവാനി ഉദ്ധരിച്ചിട്ടുണ്ട്. കണ്ടോ? ഹത്താ യംലിയ ശത്റുൽ ലൈലി സുമ്മ യൗമുറു മുനാദിയൻ യുനാദി, വിളിച്ചു പറയാൻ എന്ത് ചെയ്യും? ഒരാളോട് ഒരു മുനാദിയോട് അള്ള കൽപ്പിക്കും എന്നാണ്. പിന്നെ എന്ന പോലെ ഇവിടെ തന്നെ യൻസിലു എന്നുള്ളടത്ത് യുൻസിലു എന്നെന്താണ് അൻസല യുൻസിലു എന്ന് റിവായത്തുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ള ഇറക്കും എന്നാണ്, വിളിച്ചറിയാൻ ആളെ ഇറക്കും എന്നാ. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. യൻസിലു അംറുഹു എന്നുള്ളടത്ത് ഔ മലായികത്തുഹു റഹ്മത്തുഹു ഔ ഹുവ കിനായത്തുൻ അൻ മസീദിൽ ഖുർബി വൽ ബിൽ ജുംല ഫയജിബു അലാ കുല്ലിൻ അൻ യഅ്തഖിദ മിൻ ഹാദൽ ഹദീസ് വമാ ശാബഹു മിനൽ മുഷ്കിലാത്തിൽ വാരിദത്തി ഫിൽ കിതാബി സുന്നത്തി കർറഹ്മാനി അലൽ അർശി ഇസ്തവ റഹ്മാനു അലൽ അർശി ഇസ്തവ വയബ്ഖാ വജ്ഹു റബ്ബിക. ഇങ്ങനെ ഇത് ഒക്കെ കൊണ്ട് എന്താകണോ അവിടെ പിന്നെ അതിന്റെ മിമ്മാശാക്കാൻ ലൈസൽ മുറാദ് ബിഹ ലവാഹിറഹ, അത് വിശ്വസിക്കണം എന്ന. പിന്നെ അപ്പോ ഇവര് എന്ത് ചെയ്തു? തഅ്വീൽ ചെയ്തോലെ. അതിന്റെ ഉദ്ദേശം അങ്ങനെയാണ്. ഷർവാനി കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ട്. വലൽത്തിഫാത്ത് ഇലാമാ ശന്നാ ബിഹി അലൽ മുഅവ്വിലീൻ, ഇങ്ങനെ തഅ്വീൽ ചെയ്തവരെ വല്ലാതെ ആക്ഷേപിച്ച ചിലരുണ്ട്. ആ ആക്ഷേപത്തിലേക്ക് നോക്കൂല.
ഒന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്, അതിലേക്ക് വരിക, അത് നോക്കാൻ പാടില്ല. ആരാ ആക്ഷേപിച്ചത്? ബഅലുമൻ അദിമ തൗഫീഖ, തൗഫീഖ് ഇല്ലാത്ത ചില ആൾക്കാരാണ് ആക്ഷേപിച്ചത്. അപ്പൊ അതിന്റെ ലാഹിർ തന്നെ വെക്കണം, ദൈവീൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ എന്താണ്, അത് തൗഫീഖ് ഇല്ലാത്തതുകൊണ്ടാണ്. ആയത്തും ഹദീസൊക്കെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് ഇല്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യാ? ഒമിൻ ജമ്മ കാല ഇബ്നു ജമാ, ഇസ്ബിന് ജമാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫിബ്നി തൈമിയ്യ റഅസിഹിം, ഈ എന്താണ് തൗഫീഖ് ഇല്ലാതെ പോയവരുടെ നേതാവ് എന്ന്, അല്ലാതെ തൗഫീൽ ചെയ്തവരുടെ നേതാവല്ല. റഅസിഹിം എന്നാണ് എന്ത്, ബഅലുമൻ അദിമ തൗഫീഖാന്ന് പറഞ്ഞാൽ തൗഫീഖ് ഇല്ലാതെ പോയ ആൾക്കാരുടെ നേതാവ്, അവരാണല്ലോ ആക്ഷേപിച്ചത്. അപ്പൊ ആക്ഷേപിച്ചവരുടെ നേതാവ് എന്താണ്? ഈ ഇബ്നു തൈമിയെ കുറിച്ച് ഇസ്ബിന് ജമാ പറഞ്ഞ എന്ത്, ഇന്നഹു അബ്ദുൻ, ഇബ്നു തൈമിയ ഒരാളാ, അളല്ലഹുല്ല, അള്ള വഴപ്പിച്ചു കളഞ്ഞു, വഖദലഹു, അള്ള കയ്യൊഴുകുകയും ചെയ്തു എന്നാ, അല്ലാഹു തആല സഹായിച്ചില്ല, കയ്യൊഴിഞ്ഞ്. പിന്നെ നസ്അലുല്ലാഹ തആല ദവാമൽ ആഫിയത്തി മിൻ ദാലിക, ആ ലലാലത്ത് അള്ളാഹുവിൽ നിന്ന് വന്നു പോകലിനെ തൊട്ടും അവൻ കയ്യൊഴിയുക എന്നതിനെ തൊട്ടും ഉള്ള ആഫിയത്ത് നിലനിൽക്കലിനെ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നു. അപ്പൊ നമ്മൾക്ക് അതൊന്നും പറ്റിയിട്ടില്ല, അത് നിലനിൽക്കണം, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ബി മന്നിഹി വ കറമിഹി, അള്ളാന്റെ മിന്നത്തും കർമ്മം കൊണ്ട്. അപ്പൊ ഈ യൻസിലു റബ്ബുനാ തബാറക വ തആല എന്ന് പറഞ്ഞത്, ഇബ്നു തൈമിയ്യ ദിമഷ്ക് പള്ളിയിൽ ഖത്തീബായിരുന്നല്ലോ. അപ്പൊ അയാള് ഈ ഹദീസ് ഓതിയിട്ട് എന്താണ്, കനുസൂലി ഹാദാ എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ പടിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കാണിച്ചു എന്നാ. അങ്ങനെ പള്ളിയിലുള്ളവരെല്ലാം കൂടിയിട്ട് എന്താണ്, അയാളെ പിന്നെ മിമ്പറിൽ നിന്ന് വലിച്ച് താഴെ ഇടുകയും അതിന് ഷാഫി മദ്ഹബാരായ പണ്ഡിതന്മാരാണ് എന്ത് ചെയ്ത് നേതൃത്വം കൊടുത്തത്. അങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്ത സംഭവമൊക്കെ ഉണ്ട്. അതെല്ലാം എന്താണ്, അപ്പൊ ഈ സംഭവത്തിന് സാക്ഷിയായിരുന്നു എന്ന് ഇബ്നു ബത്തൂത്ത എന്താണ് അയാളെ റിഹലയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിന് ചില മൂല്യന്മാർ തന്നെ ഇബ്നു ബത്തൂത്ത അതിന് സിഖത്താണോ എന്ന് പറഞ്ഞിട്ട് അത് ശരിയാവൂല എന്നൊക്കെ പറയലുണ്ട്. അങ്ങനല്ല, ഇബ്നു ബത്തൂത്ത പറഞ്ഞത് എന്താണ്, ദുററുൽ കാമിനയില് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഇങ്ങനെ ഇയാൾ ഇറങ്ങിക്കാണിച്ചു എന്നുള്ളത്, കനുസൂലി ഹാദ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കാണിച്ചു എന്നുള്ളത് ഒരുപാട് പേര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അതിന് സാക്ഷി ഉണ്ടായിരുന്ന ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം അസ്ഖലാനി പറയുന്നുണ്ട്. ഇമാം അസ്ഖലാനി ഇബ്നു തൈമിയ്യ ദുററുൽ കാമിലയിൽ ഒരുപാട് മദ്ഹ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് എന്താണ് പലരും ഇഷ്കാലാക്കാറുണ്ട്. അത് മദ്ഹ് ചെയ്ത് അയാൾക്ക് ഇൽമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ അവസാനം പറഞ്ഞത് വിവരമല്ല, അല്ലാതെ അയാൾ വഴിച്ചുപോയി എന്നാ ഈ സംഭവമൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ സംഭവം പറഞ്ഞതിന്റെ അർത്ഥം അതല്ലേ, ഇങ്ങനെ ഇയാളെ നുസൂലി ഹാദ എന്ന് പറഞ്ഞ് ഇറങ്ങിക്കാണിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, അയാൾക്ക് വിവരമുണ്ട് പക്ഷെ അയാൾ പഴച്ചുപോയി എന്ന്. അതന്നെ ഇവിടെ ഇവിടെയും പറഞ്ഞത്, തൗഫീഖ് ഇല്ലാത്തവരുടെ നേതാവാണെന്ന് ഇവിടെയും പറഞ്ഞില്ലേ, അതന്നെ അവിടെയും പറഞ്ഞു. അപ്പൊ അത് ഫുള്ള് വായിച്ചാല് എന്ത്, ഇമാം അസ്ഖലാനി റഹിമഹുല്ലാഹ് എന്ത് ഉദ്ദേശിച്ചാണോ ഓരോന്നും പറഞ്ഞതെന്ന് മനസ്സിലാക്കും പോലെ മനസ്സിലാക്കി കഴിഞ്ഞാല് അയാളെ എന്ത് മദ്ഹ് ചെയ്തിട്ടില്ല, വിവരമുണ്ട്, പിന്നെ എന്തില്ല, ഹിദായത്തില്ല, ലലാലത്ത ഉണ്ടായത് എന്ന് പറഞ്ഞാൽ തന്നെയല്ലേ അബ്ദുൻ അള്ളാഹുല്ലാ തന്നെ. അപ്പൊ യൻസിലു റബ്ബുനാ തബാറക വ തആല എന്നൊക്കെ പറയുമ്പോഴേ ആ നുസൂല് എന്നുള്ളതിന്റെ മലയാളം പറയരുത് എന്നാ. അതെല്ലാം നമ്മളെ അൽഫിഖുൽ അക്ബറിലെ ഇമാമുൽ ആദം റളിയല്ലാഹു അൻഹു എന്ത് ചെയ്ത് ആദ്യത്തെ കിതാബ് എഴുതിയല്ലോ ഇമാമുൽ ആദം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അഖീദയിലെ ആദ്യത്തെ കിതാബാ. അപ്പൊ ആ കിതാബ് എന്താണ് എഴുതിയപ്പോ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഓർമ്മ എങ്ങനെയാണ്, കുല്ലു ഷൈഇൻ എന്താണ് വസഫഹുല്ലാഹു ബിഹി വസഫല്ലാഹ ബിഹിൽ ഉലമാഉ ബിൽ ഫാരിസിയ്യത്തി വഹുവ ജായിസുൻ. ഫാരിസി ഭാഷയില് എന്താണ് പിന്നെ അള്ളാഹു തആലയെ കുറിച്ച് സിഫത്തായിട്ട് ഉലമാവ് പറഞ്ഞതൊക്കെ ശരിയാണ്, അത് ജായിസാ, പറയല് പറ്റും. സിവൽ യദി എന്ന് പറയുന്നുണ്ട് അവിടെ, സിവൽ യദി ബിൽ ഫാരിസിയ്യത്തി, യദ് എന്നുള്ളതിന്റെ ഫാരിസി പറയാൻ പാടില്ല. അവിടെ സിവൽ യദി ബിൽ ഫാരിസിയ്യത്തി എന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ മുത്തശാബിഹാത്തുകളുടെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല. ഇപ്പോ യൻസിലു എന്നുള്ളതും യദ് എന്നുള്ളതും ഇസ്തവ എന്നുള്ളതിന്റെ ഒന്നും മലയാളം പറയാൻ പാടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇമാമുല്ലാഹ് ആദ്യം അങ്ങനെ എഴുതി, പിന്നെ അയിമത്ത് പറഞ്ഞവരെല്ലാം പറഞ്ഞത് അങ്ങനെ തന്നെ, അതിന്റെ മലയാളം പറയാൻ പാടില്ല. പിന്നെ
ഫിഖുൽ അക്ബറിൽ പിന്നെ ഒരു ചർച്ച ഉണ്ട്. എന്താണ് വാലിദൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാമാത്ത അലൽ കുഫ്രിൻ അമ്മുഹു അബൂ താലിബിൻ മാത്ത കാഫിറ എന്നുള്ളിടത്ത് മാമാത്ത കാഫിറൻ അലൽ കുഫ്രി എന്നാണ് ശരിയായ സ്വഹീഹായ നുസ്ഖ. അങ്ങനെയാണ്. മുല്ലാ അലിയിനുൽ ഖാരി എന്ത് ചെയ്തു, മാത്ത അല കുഫ്രിൻ എന്ന് പറഞ്ഞൊരു നുസ്ഖ, ആ നുസ്ഖ തഹ്ഖീഖാക്കാതെ എന്ത് ചെയ്ത് അതിന് ശറഹ് എഴുതി കഴിഞ്ഞു, എഴുതിപ്പോയി. അതിനെ എന്ത് ചെയ്ത് ശേഷം വന്നവരെല്ലാം ചോദ്യം ചെയ്ത് അതങ്ങനെയല്ല. ഞാനിപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അൽ മുത്തൂന് ഫിൽ അഖായിദ്, ഈ പറഞ്ഞ ഫിഖുൽ അക്ബറും അഖീദത്തു തഹാവിയ ഇതെല്ലാം കൂടി ഇതിന്റെ പ്രിന്റ് ചെയ്തൊരു നുസ്ഖ കണ്ട്. അപ്പൊ അതിന്റെ മുഹഖിഖ് എന്താണ് മാമാത്ത അല കുഫ്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള നുസ്ഖയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നുസ്ഖ ഞാൻ പിന്നെ ഉസ്ബെക്കിസ്ഥാനില് അന്തിജാൻ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വലിയ ആലിമുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് സാദഖ്, അദ്ദേഹത്തിന്റെ മക്തബയിൽ പുതിയ പ്രിന്റാണ് കണ്ടത്. അപ്പൊ ഞാൻ ആ ഭാഗം നോക്കിയപ്പോ അങ്ങനെ അവിടുത്തെ സിയാക്ക് നോക്കിയാലും അങ്ങനെ തന്നെ മാമാത്താന്ന് വേണം. കാരണം എന്താന്ന് വെച്ചാല് അതിന്റെ ശേഷം പറയുന്നുണ്ട് അമ്മുഹു അബൂ താലിബിൻ മാത്ത കാഫിറ എന്ന്. അപ്പൊ അബൂ താലിബ് കാഫിറായി മരിച്ചു എന്ന് പറയുമ്പോ പിന്നെ അതിന് മുമ്പുള്ള ഒരു കാഫിറായി മരിച്ചെങ്കിൽ പിന്നെ അത് മൂന്നും കൂടി കൂട്ടിയിട്ടല്ലേ പറയണ്ടേ. അപ്പൊ അതിന് മുമ്പുള്ളത് എന്ത് മാമാത്ത കാഫിർ എന്നുള്ളതിന് ആ സിയാക്ക് തന്നെ തെളിവാണ്, നുസ്ഖ ശരി അതാണ്. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെയാണ് പറഞ്ഞു പോയത്, നമ്മളെ വിഷയം മാറിപ്പോയി. പിന്നെ എൻസിലു റബ്ബനാ തബാറക വതആല എന്ന് പറഞ്ഞാലേ ഈ ഓരോ നാട്ടിലും രാത്രി മാറി മാറിയാണല്ലോ വരിക. അതിപ്പോ ശത്രുല്ലയിൽ എന്ന് വെച്ചാലും സുലുസുല്ലയിലും അവല് എന്ന് വെച്ചാലും ആഖിർ എന്ന് വെച്ചാലും പിന്നെ ഇവര് പറയും പോലെ അള്ളാന്റെ തന്നെ നുസൂലാണ് എന്ന് വെച്ചാൽ പിന്നെ അള്ള എപ്പോഴാ കേറുക, എന്നാ അള്ള ആദ്യം ഇറങ്ങിയത്, അങ്ങനെ കുറെ ഇഷ്കാല് വരൂലേ. അപ്പൊ അത് മഴക്കൂല് തന്നെയല്ല, വെറും പൊട്ടത്തരാണ് പറയുന്നത്. എൻ്റെ ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബില്, കേട്ടാ മതി. പിന്നെ അത് ഫിറഔന്റെ വിശ്വാസമാണ്, എന്ത് അള്ളാഹ് അർശുമേലാണെന്നുള്ളത്, അത് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ അപ്പൊ വല്ലഫ്ദലുലിൽ മുത്തനഫിലി ലൈലൻ ഔ നഹാറൻ, രാത്രിയിലോ പകലിലോ എന്താണ് സുന്നത്ത് നിസ്കരിക്കുന്ന ആളിന് അഫ്ളൽ എന്താണ് എപ്പോഴായാലും മയ്യുസല്ലിമ മിൻകുല്ലി റക്അത്തൈനി 2 റക്അത്ത് സലാം വീട്ടലാണ്. ബിഅൻ യൻവിയഹുമായ ബിത്തിദാൻ 2 റക്അത്ത് സലാം വീട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യം 2 റക്അത്ത് കരുതി 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക. ഔ യക്തസിറ അലൈഹിമ, അല്ലെങ്കിൽ 2 പരിമിതപ്പെടുത്തുക. അപ്പൊ ഫീമാ ഇദാ അത്ലഖ, റക്അത്ത് കരുതിയിട്ടില്ലെങ്കിൽ 2 നിർത്തുക. പിന്നെ ഔനവ അക്സറ മിൻഹുമ, അല്ലെങ്കിലോ അതിന്റെ 2 അക്സർ കരുതിയെങ്കിൽ ഇത് ആത്തലക്കന്റെ മേലെത്തുക. 2 അക്സർ കരുതിയെങ്കിലും എന്ത് ചെയ്യുക, ആ 2 മേൽ ഇക്തിസാർ ചെയ്യലാണ് അഫ്ളൽ വരും. ബിഷർത്തി തഗയീരി നിയ്യത്തി, ആ നിയ്യത്ത് മാറ്റം വരുത്തണം, അത് ഷർത്തുണ്ട് നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ ലാക്കിൻ ഫി ഹാദിഹി തറദ്ദുദുൻ, ഈ 2 കരുതിയ സ്ഥലത്ത് 2 പരിമിതപ്പെടുത്തൽ അഫ്ളൽ എന്ന് പറഞ്ഞതിൽ തറദ്ദുദുണ്ട്. കാരണം എന്താ, ഇതിലായ ബൊഴുതുകാല അവിടെ പറയപ്പെടൽ എന്താണ് ബഈദല്ല, ബഖാഉഹു അലാ മൻവിയിഹി ഔല, ഇവൻ എത്രയാണോ കരുതിയത് അയിമ്മല് നിലനിൽക്കലാണ് ഔല. അപ്പൊ 4 കരുതിയെങ്കിൽ 4 അഫ്ളൽ. പിന്നെ വദാലിക്കൽ ഖബറിൽ മുത്തഫഖ് അലൈഹി, പിന്നെ 2 എന്ന് പറയാൻ കാരണം അത് മുത്തഫഖുൻ അലൈഹി ഹദീസ് സലാത്തുൽ ലൈലി മസ്നാ വസ്നാ എന്നുണ്ട്. ഫി റിവായത്ത് സഹീഹത്തിൻ, മുത്തഫഖ് ഇത്തിഫാഖുള്ളത് അങ്ങനെയാണ്, എന്നാൽ അതിന്റെ ഒരു സഹിയായ റിവായത്തിലുള്ളത് വന്നഹാരി എന്നുണ്ട്. അപ്പൊ സലാത്തുൽ ലൈലി വന്നഹാരി മസ്നാ വസ്നാ എന്നായി. ഇനി വയുസന്നു തഹജ്ജുദു, തഹജ്ജുദ് നിസ്കാരം സുന്നത്താണ് ഇജ്മാഅ്, അത് ഇജ്മാഅാണ് തെളിവ്. വഹുവ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ എന്താ, അത്തനഫുലു ലൈലൻ, രാത്രിയിൽ സുന്നത്ത് നിസ്കരിക്കുക, ബഅദ നൗമിൻ, ഉറങ്ങിയതിന്റെ ശേഷം ആയാൽ മതി, നിസ്കരിച്ചിട്ട് ഉറങ്ങണമെന്നില്ല. അപ്പോൾ സൂര്യാസ്തമിച്ച് അത് കഴിഞ്ഞ് ലേശം ഒന്ന് ഉറങ്ങി, എന്നാൽ പിന്നെ നിസ്കരിക്കുന്നതൊക്കെ തഹജ്ജുദാക്കാൻ വേണമെങ്കിൽ. അല്ല നിസ്കരിച്ചിട്ട് ഉറങ്ങണമെന്ന് പറഞ്ഞവരുണ്ട്. മൻ ഹജദ, തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ ഹജദ എന്നതിൽ നിന്ന് ഹജദ തഹജ്ജദ, ഈ ഹജദന്റെ അർത്ഥം എന്താ, സഹിറ ഉറക്കൊഴിച്ചു എന്നാണ്. ഔ നാമ അല്ലെ ഉറങ്ങീന. അപ്പൊ ഉറക്കൊഴിച്ചതിനും എന്ത് ഹജദ എന്ന് പറയും, ഉറങ്ങിയതിനും ഹജദ എന്ന് പറയുമ്പോൾ അൽദാദിൽ പെട്ടതാണ്. പരസ്പര വൈരുദ്ധ്യമായ 2 അർത്ഥങ്ങൾക്ക് ഇടമേൽ അറിയിക്കുന്ന ഒരു ഫീലാണ്.
അപ്പൊ ഹജദ വ തഹജ്ജദ എന്ന് പറയും. മിൻ ഹജദ വ തഹജ്ജദ എന്നാ ഹജദന്റെ മേലത്തുഫ. അതാണ് ഈ തഹജ്ജുദ്. അസാലൻ നൗമ ബി തക്കല്ലുഫിൻ, പ്രയാസത്തോടുകൂടെ ഉറക്കം ഇല്ലാതാക്കി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ തഹജ്ജദക്ക് തന്നെ അർത്ഥമുള്ളൂ. ഹജദക്കാണ് രണ്ടർത്ഥം. കാസിമാവ താസമ, ഇതുപോലെ ആസിമ എന്ന് പറഞ്ഞാൽ ഇസ്മ ചെയ്തു എന്നാണല്ലോ. അസമ എന്ന് പറഞ്ഞാലോ ഐ തഹഫല അനിൽ ഇസ്മി, ഇസ്മിനെ തൊട്ട് സൂക്ഷിച്ചു എന്നാണ്. അപ്പോ നാമ എന്നുള്ള അർത്ഥം ഹജദ. തഹജ്ജദ എന്ന് പറഞ്ഞാൽ അസാലൻ നൗമ ബി തക്കല്ലുഫിൻ എന്നിങ്ങനെ. അപ്പൊ ആ നാമ എന്നുള്ള അർത്ഥമാകുമ്പോഴാണ് കാസിമാവ താസമ പോലെയാകുക. പിന്നെ വൈസന്നുൽ മുത്തഹജ്ജിദി, തഹജ്ജുദ് നിസ്കരിക്കുന്നവന് സുന്നത്താണ് നൗമുൽ ഖൈലൂലത്ത്, ഖൈലൂലത്ത് ഉറങ്ങുക. ഓഹോ ഖുബൈല സവാലി, സവാലിന്റെ തൊട്ട് മുമ്പാണ്. ലിഅന്നഹു ലഹു, കാരണം ആ നൗമുൽ ഖൈലൂലത്ത് ലഹു ആ മുത്തഹജ്ജിദിന് കസ്സഹൂരി, സഹൂർ പോലെയാണ്. അതെ, സഹൂർ തസഹുർ എന്നാണല്ലോ. അല്ല, സുഹൂർ കസ്സുഹൂരി, സുഹൂർ തസഹുർ പോലെയാണ്. കാരണം നൗമു മസ്തറാണല്ലോ. അപ്പൊ ഇത് മസ്തറിന്റെ അർത്ഥത്തിനാണ് കസ്സുഹൂരി ലിസ്സായിമി. നോമ്പുകാരന് സുഹൂർ അത്താഴം കഴിക്കും പോലെയാണ്. അത്താഴം കഴിച്ചാൽ നോമ്പില് അത് ബർക്കത്തുണ്ടാവുന്നതാണല്ലോ. അപ്പൊ എന്ന പോലെ ഇതിനൊരു ആരോഗ്യം കിട്ടും. അതൊരു ആത്മീയമായ ഒരു ബന്ധമാണത്. പിന്നെ അല്ലാന്ന് വെച്ചാല് അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം കുറച്ച് കഴിയുമ്പോൾ ദഹിച്ചങ്ങ് പോകുമല്ലോ. പിന്നെ കൈലൂലത്ത് ഉറങ്ങിയത് കൊണ്ട് പിന്നെ രാത്രി എഴുന്നേക്കാൻ സഹായമാകുക എന്നുള്ളതേ വഫീഹി, അതൊരു ആത്മീയമായ ബന്ധ. പിന്നെ വഫീഹി ഹദീസും ലൈഫും, അതില് ഒരു ലൈഫായ ഹദീസുണ്ട്. അതായത് കൈലൂലത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ കൈലൂലത്തിന്റെ സമയം ഞാന് സവാലിന്റെ മുമ്പ് അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ തുടങ്ങുക? ഞാൻ കുറെ നോക്കിയത് കണ്ടിട്ടില്ല. ഞാൻ പലരോട് ചോദിക്കുകയും ചെയ്തു. അതായത് ഇപ്പൊ ഈ പലരും ഉറങ്ങല് ഒരു സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാല് ഉറക്കം കറാത്തുള്ള സമയം കഴിയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉറങ്ങിയാല് ഇപ്പൊ ഒരു 8 മണിക്ക് 9 മണിക്കൊക്കെ ലേശം ഒന്ന് ഉറങ്ങിയാല് അതിപ്പോ കൈലൂലത്താവോ? ഇതിന്റെ തുടങ്ങുന്ന സമയം കിട്ടിയാലേ ഇപ്പൊ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അത് കണ്ടിട്ടില്ല. പിന്നെ വയുക്റഹു ഖിയാം ഐ സഹ്റു കുല്ലിൽ ലൈലി, പിന്നെ വലൗഫി ഇബാദത്തിൻ ദായിമൻ. ഇനി രാത്രി മുഴുവൻ നിസ്കരിക്കല്, ഖിയാമെന്ന് പറഞ്ഞാൽ നിസ്കരിക്കാന്നാ. ആ ഖിയാമിനായി സഹർ ഉറക്കമൊഴിക്കാന്ന് അർത്ഥം പറഞ്ഞ വലൗഫി ഇബാദത്തിന്. അപ്പോൾ നിസ്കരിക്കല് മാത്രമല്ല, ഏത് വിഷയം രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചൊരു പണി ചെയ്യല്, അത് ഇബാദത്താണെങ്കിലും അല്ലെങ്കിലും എന്നാണല്ലോ വലൗഫി ഇബാദത്തിന് തന്നെ. അത് കറാത്താണ്. ദായിമൻ, എന്നും അങ്ങനെ ചെയ്യാം. അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ ചെയ്യലല്ല. ലിന്നഹി അൻഹു ബിൽ ഖബറിൽ മുത്തഫഖ് അലൈഹി, സ്ഥിരമായി അങ്ങനെ ചെയ്യാം. അത് കാരണം മുത്തഫഖുൻ അലൈഹി ആ ഹദീസിൽ നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യൽ ആരോഗ്യത്തിന് കേടുവരും. അതുകൊണ്ട് തന്നെ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ വിലക്കിയിട്ടുണ്ട്. വലിയന്നഹു യലുറു, അതിനും പുറമെ അത് ലററാണ്, ആരോഗ്യത്തിന് ലററാണ്. യലുറു എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യത്തിന് ലററാണ്. കമാ അശാറ ഇലൈഹിൽ ഹദീസു, നേരത്തെ പറഞ്ഞ മുത്തഫഖുൻ അലൈഹി ആ ഹദീസ് എന്ന് പറഞ്ഞില്ലേ, അത് അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട് ആ ഹദീസ്. ഐ മിൻ ഷെയ്നി, ലററാണ് എന്ന് പറഞ്ഞാൽ ഐ മിൻ ഷെയ്നി ഹി ദാലിക, ലററാണ് അതിന്റെ ഷെയ്ന്. എല്ലാവർക്കും അങ്ങനെ ലറർ ഉണ്ടായിക്കോണം എന്നുള്ള നിലക്ക് ലാസിമായ മുത്തരിതായ അങ്ങനെയല്ല. പിന്നെ വമിൻ സമ്മ ഗുരിഹ ഖിയാമും മുദിറുൻ വലൂഹി ബഅദിൽ ലൈലി. അപ്പൊ ലററും ഇതിന് കാരണമായതുകൊണ്ട്, ഇത് കറാഹത്താകാൻ ലററാണ് എന്നുള്ളത് കാരണമായതുകൊണ്ട് മുദിറായ രീതിയിൽ നിസ്കരിക്കൽ അത് കറാഹത്താ. ശരീരത്തിനാകാൻ നഫ്സിക്കാലേക്ക് ഹക്കാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ശരീരത്തിന് ലററ് വരുന്ന രീതി, ആരോഗ്യത്തിന് ക്ഷീണം വരുന്ന രീതിയിൽ നിസ്കരിക്കരുത്, കേടുവരുന്ന രീതിയിൽ. പിന്നെ വലൗഫി ബഅദിൽ ലൈലി, അത് രാത്രി മുഴുവനാകണമെന്നില്ല, ബഅദിൽ ലൈലാണെങ്കിലും. പിന്നെ ബഹസൽ മുഹിബ്ബു തബരിയു, മുഹിബ്ബുദ്ദീൻ തബരി റളിയല്ലാഹു അൻഹു ബഹസ് ചെയ്തു അദ്മ കറാഹത്തിഹി, ഇത് ഈ ഖിയാം ഇവിടെ സ്ഥിരമായി പിന്നെ കുല്ലുല്ലയില് രാത്രി മുഴുവൻ താജു നിസ്കരിക്കല കറാഹത്തില്ല, ഖിയാം കറാഹത്തില്ല എന്ന് പറഞ്ഞു. ലിമൻ യഅലം മിൻ നഫ്സിഹി അദ്മൽ അറിയാസല,
ലററുണ്ടാവൂല, അസലൻ തീരെ പ്രയാസം ഉണ്ടാവൂല എന്ന് ഇവന്റെ നഫ്സിൽ നിന്ന് ഇവൻ അറിഞ്ഞെങ്കിൽ എന്താണ് അവന് കറാത്തില്ല എന്ന് പറഞ്ഞു. കാലല്ല അതറായി ഇമാം അദറായി പറഞ്ഞു, ഓ ഹസനും ബാലിഗുൻ, അത് വളരെ ഉഷാറായിട്ടുണ്ട് ഇമാം തബരി പറഞ്ഞത്. കൈഫ, എങ്ങനെ ഉഷാറാകാതിരിക്കുക? വഖദ് ഉദ്ദദാലിക, ഇത് എണ്ണപ്പെട്ടിട്ടുണ്ട്. മിന്ന മനാക്കിബ് അയിമത്തിന്, ഒരുപാട് ഇമാമിങ്ങളുടെ മനാക്കിബായിട്ട് എണ്ണിയിട്ടുണ്ട്. അതായത് താജ്ജുദ് നിസ്കരിച്ച ഇശാസ്കരിച്ച അതുകൊണ്ട് സുബഹിസ്കരിച്ചു എന്ന് എത്ര കൊല്ലം, 10 കൊല്ലം 20 കൊല്ലം 40 കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇശാസ്കരിച്ച അതുകൊണ്ട് സുബഹിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ എന്താക്കണോ? ഫുൾ ഉറങ്ങാതിരിക്കണ്ടേ? അതല്ല അതിന്റെ ലാഹിർ. അല്ലാതെ ഇരുന്ന് മുത്തമക്കനൻ മക്കാദഹു ഒക്കെ ആയിട്ട് ഉറങ്ങി അങ്ങനെ അല്ലല്ലോ അതിന്റെ അർത്ഥം. രാത്രി ഫുള്ളി ഇബാദത്ത് ചെയ്തു എന്നല്ലേ അതിന്റെ അർത്ഥം. പിന്നെ ഇന്താ ഒയ്ജാബു, പിന്നെ അയിനെന്ത് മറുപടി പറയാം? ബി അന്ന ഉലായിക്ക മുജിത്തഹിദൂൻ ലാസിയമൻ വഖദ് അസ്അഫഹും, അവര് വല്ലാതെ അധ്വാനിക്കുന്നവരാ. മുജിത്തഹിദൂൻ എന്ന് പറഞ്ഞാല് പിന്നെ ഫിഖില് ജിത്യാദ് ചെയ്യുന്നവര് എന്നല്ല, വല്ലാതെ അധ്വാനിക്കുന്നവരായിരുന്നു ആ എന്താണ് അയിമ്മത്ത്. പ്രത്യേകിച്ച് വഖദ് അസ്അഫഹുമുസ്സമാനു വൽ-ഇഖ്വാൻ, അവരെ കാലം സഹായിച്ചിട്ടുണ്ട്, സമയം സഹായിച്ചിട്ടുണ്ട്, അവരുടെ കാലം അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല സുഹൃത്തുക്കളും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അധ്വാനിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ പലതും മുടങ്ങും. അപ്പൊ അതിന് എന്ത് സഹായിക്കാൻ ആളുമുണ്ട്. അങ്ങനെ വഹാദ മഫ്കൂദുൻ അല്ലയോ. അപ്പോ ഇമാമിങ്ങളെ മനാക്കിപ്പ് വന്നത് അങ്ങനെ ആയതുകൊണ്ടാ. ഈ സംഗതി ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഫലം യത്തജിഹില്ലൽ കറാഹത്ത് മുത്തലക്കൻ. അപ്പൊ അങ്ങനെ എന്താണ് കുല്ലുല്ലയില് സജ്ജസ്കരിക്കല് കറാഹത്ത് തന്നെയാണ് മുത്തലക്കൻ. അത് ആർക്കാണെങ്കിലും കറാഹത്ത് തന്നെ. എന്നാൽ ഗലബത്തിൽ ലറരി അവിൽ ഫിത്നത്തി ബിദാലിക്ക. അപ്പൊ വലിയ ഇമാമാണെങ്കിലും പിന്നെ അല്ല, മുത്തലക്കെന്ന് പറഞ്ഞാല് ലററുണ്ടാവൂല എന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങനെ. അതാ നേരത്തെ പറഞ്ഞല്ലോ, അത് തന്നെ. ലററുണ്ട് എന്ന് അറിഞ്ഞാലും ശരി, ഇല്ലെങ്കിലും കറാഹത്താണ്. കൊലബത്തിൽ ലറരി, ലററാണ് ഗാലിബ്, അതുകൊണ്ട് ആ ഗാലിബിനല്ലേ ഹുക്കുമുള്ളത്. അവിൽ ഫിത്തനത്ത് ബിദാലിക്ക, അല്ലെങ്കിൽ ആ എന്താണ് തൂലുല്ലയിൽ കൊണ്ട് ഫിത്തന വരും. അതുകൊണ്ട് പിന്നെ തൂലുല്ലയിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതൊരു ആപത്താകുന്ന അർത്ഥം. പിന്നെ ഫിത്തന ഉണ്ടാവുമെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇയാൾക്ക് അറിയാമെന്ന് വിചാരിച്ച് പിന്നെ കുറെ ആൾക്കാർ അതിനൊരുങ്ങും. അപ്പൊ അവർക്ക് രോഗം വരും. അതായിരിക്കും ഫിത്തന ഉണ്ടാകുക എന്ന് തന്നെ. അയാളെ ഈ നാട്ടില്ലെന്ന് വിചാരിച്ചിട്ടേ. ഇനി വഹറജബി കുല്ലിൻ, കുല്ലില്ലയിലി എന്നല്ലേ പറഞ്ഞ, രാത്രി മുഴുവൻ. ഇലാഹരി ഖിയാമുൽ അയാലിൻ കാമിലത്തിൻ, കാമിലായ രാത്രികള് മുഴുവൻ നിസ്കരിക്കുക. കാമിലായ രാത്രി എന്ന് പറഞ്ഞാല് ഏതാണ്ട് പൂർണ്ണതയുള്ള മഹത്വമുള്ള രാത്രി മുഴുവൻ നിസ്കരിക്കുക. അത് കുഴപ്പമില്ല. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഫ്അലു ദാലിക ഫിൽ അശ്റിൽ അഖീരി മിൻ റമദാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ അവസാനത്തെ 10 ദിവസം മഹത്വമുള്ള കാമിലായ രാത്രിയാണല്ലോ അന്ന് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇഹ്യാ ചെയ്യേണ്ട ചില രാത്രികളുണ്ടല്ലോ, ആ രാത്രികളിലൊക്കെ അങ്ങനെ ഇബാദത്ത് കൊണ്ട് മുഴുകി രാത്രി ഫുള്ള് ഉറക്കമൊഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, കറാത്തില്ല. ഇന്നമാലം യുക്ര സൗമുദ്ദഹരി. പിന്നെ സൗമുദ്ദഹർ എന്നും നോമ്പ് നോൽക്കൽ കറാത്തില്ല. ബിഖൈദിഹില്ലാത്തി, ശേഷം വരുന്ന കൈതോടുകൂടെ. ശേഷം വരുന്ന കൈത് എന്ന് പറഞ്ഞത് ഇതാണ്, എന്ത് ഇവന് അതുകൊണ്ട് പ്രയാസം ഉണ്ടാവൂല എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ലററുണ്ടാവൂല എന്ന് അറിഞ്ഞെന്ന് അറിഞ്ഞില്ലേ എന്ന പോലെ ഇവന് കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് എന്താണ് സുന്നത്ത് നോമ്പ് ഒഴിവാക്കുന്ന ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിപ്പോകൂല എന്ന് അറിയുന്ന ആളാണെങ്കിൽ, അത്രയും ഹസ്മുണ്ടെങ്കിൽ. ഓസുല്ലാലും തങ്ങളൊക്കെ എന്താണ് സർദൻ നോമ്പ് പറ്റും എന്നുണ്ടല്ലോ, ഇസ്നയ ഷറ ഖരീഫൻ 12 കൊല്ലം എന്നൊക്കെ. അപ്പോൾ എന്താണ് ആ രീതിയിൽ സൗമുദ്ദഹർ അത് കറാത്തില്ല, ശേഷം വരുന്ന കൈതോടുകൂടെ. അന്നഹു ഇപ്പൊ ഇവിടെ സുന്നത്ത് എന്താണ് നിസ്കാരം അത് കറാത്താണെന്നും പറഞ്ഞു. മുത്തലക്കം കറാത്താന്ന് പറയുമ്പോൾ പിന്നെ ആ കൈതോടുകൂടെ സൗമുദ്ദഹർ കറാത്തില്ല എന്നും പറയുമ്പോൾ അത് തമ്മിൽ ഫർക്ക് പറയണമല്ലോ. അതിനെ പറഞ്ഞില്ലേ അന്നഹു യസ്തൗഫി ഫില്ലൈലി മാഫാത്തഹു, അന്ന് നോമ്പ് കൊണ്ട് ഇവന് നഷ്ടപ്പെടുന്ന രാത്രിയിൽ വീണ്ടെടുക്കാലോ. യസ്തൗഫിവൻ പൂർത്തിയാക്കും ഫില്ലൈലി രാത്രിയിൽ, മാഫാത്തഹു ഇവന് പകല് നഷ്ടപ്പെട്ടു. നോമ്പ് കൊണ്ട് ചില കാര്യം ചെയ്യുമ്പോൾ പകലല്ലേ നഷ്ടപ്പെടുക, രാത്രി വീണ്ടെടുക്കാം. ഒഹുനാലായും ഗുനുഹു നൗമുൻ നഹാരി. ഇവിടെയാണെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തെ രാത്രി ഫുള്ള് ചെയ്താൽ പകല് ഫുള്ള് ഉറങ്ങാൻ പറ്റുമോ?
എന്നുള്ള കാര്യം പറയുന്നത്. അത് പറ്റൂലല്ലോ. ലായുംകിനുഹു നൗമിൻ നഹാർ. അനന്താലി താത്തുൽ ലറൂരിയാത്തി ദീനീയത്തി ദുന്യവത്തി. പകല് ഫുള്ളങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ ദീനിയും ദുന്യവിയുമായ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നാ. അവർ രാത്രി ഫുള്ള് നിസ്കരിച്ചിട്ട് പിന്നെ സുബൈക്ക് ജമാഅത്തിന് പോകാതിരിക്കുക, അല്ലെ സുബൈ തന്നെ കളായി പോവുക, അങ്ങനെ പിന്നെ എന്ത് ലുഹാ നിസ്കാരം നഷ്ടപ്പെട്ടു പോവുക, ലുഹർ വരെ ഉറങ്ങിയിട്ട് അങ്ങനെ ഇങ്ങനെ പലതും അങ്ങനെ പോവും. പിന്നെ ജോലി നഷ്ടപ്പെടും. ഇതിപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. ഒരു ദിവസമൊക്കെ ആണെങ്കിൽ തിരക്കേടില്ല എന്നുള്ളതാ. യുക്റഹു തഖ്സീസു ലൈലത്തിൽ ജുമാ. ഇനി വെള്ളിയാഴ്ച പ്രത്യേകമാക്കല്, വെള്ളിയാഴ്ച രാവ്, വെള്ളിയുടെ രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിന്ന്, അതെ, ആ വെള്ളിയാഴ്ച രാവിനെ പ്രത്യേകമാക്കല് ബി ഖിയാമിൻ, ഒരു നിസ്കാരം കൊണ്ടായി സലാത്തിൻ. അത് കറാത്താണ്. നെഹി അന്നു ഫി ഖബരി മുസ്ലിമിൻ, മുസ്ലിമിന്റെ ഹദീസിൽ നെഹി വന്നിട്ടുണ്ട്. ഓഹിദമിന്നു കൽമത്തിന്, ആ ഹദീസിൽ നിന്ന് അഹദ് ചെയ്യപ്പെടാം. കൽമത്തിന്, മത്തിന് പോലെ തന്നെ. തഖ്സീസു ലൈലത്തിൽ ജുമാ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആ മത്തിനും അഹദ് ചെയ്യും പോലെ ഹദീസിനും അഹദ് ചെയ്യാം. സവാലുൽ കറാഹത്തി, കറാഹത്ത് നീങ്ങും. ബിലൊമ്മി ലൈലത്തിൻ ഖബലഹ ഉബഅദഹ, ആ വെള്ളിയാഴ്ച രാത്രി ഉണ്ടല്ലോ, അതിന്റെ മുമ്പുള്ളതോ ശേഷമുള്ളതോ ഒരു രാത്രിയെ കൂട്ടൽ കൊണ്ട് അതിലേക്ക് കൂട്ടിയാൽ മതി. അപ്പൊ 2 രാത്രിയിൽ എന്ത് ചെയ്താൽ മതി, നിസ്കരിച്ചാൽ മതി. കറാത്തു പോവും. നദീറമായ ഫി സൗമി യോമിഹ, വെള്ളിയാഴ്ച പകല് നോമ്പ് പോൽക്കൽ, വെള്ളിയാഴ്ച മാത്രം പകല് നോമ്പ് പോൽക്കൽ, ഇത് കറാത്തിന് ശേഷം വരുന്നുണ്ട്. ആ കറാത്ത് പോകാൻ വ്യാഴാഴ്ച ശനിയാഴ്ചയും കൂടി നോമ്പ് പറ്റാൻ പോകുന്നും വരുന്നുണ്ട്. അപ്പൊ എന്ന പോലെ അതുമു കറാഹത്തി തഖ്സീസ് ലൈലത്തിന് കരിഹ, എന്ന പോലെ അതീന അഖ്ദിയ, എന്താ അഖ്ദിയാം, അതുമു കറാഹത്തി, സവാലിന്റെ മേലെ എത്തുക, കറാഹത്തില്ല. തഖ്സീസ് ലൈലത്തിന് കരിഹ, വെള്ളിയാഴ്ച അല്ലാത്തൊരു രാത്രി തഖ്സീസിൽ കറാഹത്തില്ല എന്നുള്ള വഴിന്ന് കിട്ടും. തവക്കഫ ബിഹില്ലതറായി, ഇമാം അദറായി അതിൽ തവക്കുഫായിട്ടുണ്ട്. അബദ എഹ്തിമാലം ബി കറാഹത്തി ഏലൻ, ഏതില് തവക്കുഫായിന്, അതുമു കറാഹത്ത് തഖ്സീസി ലൈലത്തി ഗൈരിഹ, വെള്ളിയാഴ്ച അല്ലാത്ത ദിവസത്തിന്റെ രാത്രി തഖ്സീസ് ചെയ്യുക, അത് കറാഹത്തില്ല എന്ന് പറഞ്ഞാൽ ഇമാം അദറായി തവക്കുഫായി. എന്നിട്ട് വെളിവാക്കി അബദ എഹ്തിമാലൻ, ഒരു എഹ്തിമാലിനെ പറഞ്ഞിട്ടുണ്ട്. ബി കറാഹത്തി, ഇത് കറാഹത്താണ്. ഐലൻ, വെള്ളിയാഴ്ച രാത്രിയെ തഖ്സീസാക്കും പോലെ മറ്റ് ദിവസങ്ങളിലെ രാത്രിയെ തഖ്സീസാക്കൽ കറാഹത്താണ് എന്ന എഹ്തിമാല് പറഞ്ഞിട്ടുണ്ട്. അന്നഹു ബിദ്അത്തുൻ, കാരണം എന്താ, ആ തഖ്സീസ് ഒരു ബിദ്അത്താണ്. അങ്ങനെ ഒരു രാത്രിയെ മാത്രം തഖ്സീസാക്കി ബാത്തി അങ്ങനെ വന്നിട്ടില്ല. പിന്നെ വന്നിട്ടുള്ള സുന്നത്ത് എല്ലാ രാത്രിയിലും നിശ്ചിത സമയത്ത് ഇബാദത്ത് ചെയ്യാന്നുള്ളതാ. യുക്റഹു തർക്കു തഹജ്ജുദിന് എഴുത്താദഹു, ഇവൻ പതിവാക്കിയ എന്താണ് തഹജ്ജുദ് ഒഴിവാക്കൽ കറാഹത്താണ്. ബിലാ ലറൂറത്തില്ലാതെ, പിന്നെ ആരോഗ്യം എന്താണ് എഴുന്നേക്കാൻ പറ്റാതെ എന്താണ് ആരോഗ്യം ക്ഷയിച്ചു പോയെങ്കിൽ പിന്നെ എന്താണ് അത് ലറൂറത്താവുമല്ലോ. അല്ലാഹു അലം. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ തക്കും മിസ്ല ഫുലാൻ കാന യഖൂമുൽ ലൈല സുമ്മ തറക്കഹു. ഉണ്ടോ, പിന്നെ ഒരാളെ പോലെ ആകണ്ട, അയാൾ എന്താക്കി, രാത്രിയിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു സ്ഥിരമായി. കാന യഖൂമുൽ ലൈല സുമ്മ തറക്കഹു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തിപ്പോയി. അതില്ലാന്ന്. അഫ്ളലുൽ അഅമാലി അദ്വമുഹു എന്നല്ലേ, കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യണം. അങ്ങനെ അതിനൊരു ഹിക്മത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാല്, ഒരാള് വേറൊരാളിന് ഖിദ്മത്ത് ചെയ്യും. അപ്പൊ ഖാദിമായിട്ട് എന്താണ്, നിശ്ചിത സമയത്ത് അയാൾ ഖിദ്മത്ത് ചെയ്യാൻ വരുള്ളൂ. എന്നും എന്ത് ചെയ്യും, ഒരു 2 മണിക്കൂർ വന്നിട്ട് ഖിദ്മത്ത് ചെയ്ത് പോകും. എന്നും അല്ലെ 1 മണിക്കൂർ, ആ സമയത്ത് കൃത്യമായിട്ട് വരും. അത്ര സമയം റെഡിയാ, ആ ഖിദ്മത്ത് എല്ലാ ദിവസം ചെയ്യും. വേറൊരാൾ 24 മണിക്കൂർ ഖിദ്മത്ത് ചെയ്ത് 2 കൊല്ലം ഖിദ്മത്ത് ചെയ്തിട്ട് പിന്നെ ഇയാളെ കാണാനല്ല, പിന്നെ ഇയാളെ വഴിക്ക് പോയിട്ട്, ഇയാളെ വഴിക്ക് ഖിദ്മത്തിന് പോയിട്ടേ ഇല്ല. ഇതിലേതാ നല്ലത്, ആ 1 മണിക്കൂർ കഴിയുന്നതാണല്ലോ. അതാണ് എന്ത് ഉദാഹരണം പറഞ്ഞത്. അങ്ങനെ വയുസന്നുബൽ യതാക്കതു, ഇനി സുന്നത്താണല്ലോ, മുഅക്കദായ സുന്നത്താണ്. എന്താണ്, അല്ലാ യുഖില്ല ബി സലാത്തിൻ ഫിൽ ലൈലി, പിന്നെ രാത്രിയിൽ ഒരു നിസ്കാരം അതിന് ഭംഗം വരുത്താതിരിക്കുക. രാത്രിയിൽ ഒരു നിസ്കാരത്തിന് ഭംഗം വരുത്താതിരിക്കുക. ബാദൻ നൗമി, ഉറക്കം കഴിഞ്ഞിട്ട്, വലോ റക്കായത്തിന് 2 റക്കായത്താണെങ്കിലും. നേരത്തെ പറഞ്ഞ പതിവുള്ളത് ഒഴിവാക്കൽ കറാത്ത് എന്നാ. അപ്പൊ ഇത് മുഅക്കദാകുമ്പോ ഇത് ഒഴിവാക്കൽ കറാത്താന്ന് വരുമല്ലോ. അങ്ങനല്ലേ, ഒരു 2 റക്അത്തെങ്കിലും ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുക എന്ന ഒന്നിന് ഭംഗം വരുത്താതിരിക്കുക, കേടുവരുത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. ഇത് മുഅക്കദായ സുന്നത്താ. കാരണം ദലി അലീമി ഫളിൽ ദാലിക, അതിന് വലിയ മഹത്വമുണ്ട്. ബൽ വറദ ഫീഹി എന്ന് മാത്രമല്ല, ആ എന്താണ്
ഉറങ്ങിയതിന് ശേഷമുള്ള ആ രാത്രിയിലെ നിസ്കാരം ഉണ്ടല്ലോ, ആ ദാലിക്കാന്ന് പറഞ്ഞ ആ നിസ്കാരം, ദാലിക്ക നിസ്കാരത്തിലേക്കാണല്ലോ മടങ്ങുന്നത്. ആ ദാലിക്കയിൽ വാരിതായിട്ടുണ്ട് മായംബകി, എന്താണ് അല്ലായലുവ ജൂഹദം ഫിൽ മുസാബറത്തി അലൈഹി മാം ഗനഹൂന, ആർക്ക് വേണ്ട ഒന്ന് മായംബകി, വേണ്ട എന്താണ് അർഹതയാകുന്ന ഒന്ന്, വേണ്ട കാര്യമാകുന്ന ഒന്ന് വാരിതായിട്ടുണ്ട്. ലിമൻ അഹാത്ത ബിഹി, ആ ഒന്ന് വേണ്ട പോലെ മനസ്സിലാക്കിയ ആള്, അഹാത്ത ബിഹി എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ ഗ്രഹിക്കുക എന്നാണല്ലോ, മനസ്സിലാക്കിയ ഒരാൾക്ക് വേണ്ടി നിർബന്ധമാകും. എന്ത് നിർബന്ധമാകും? അല്ലായലുവ ജുഹുദൻ, അധ്വാനം ഉപേക്ഷിക്കാതിരിക്കൽ വേണ്ടതാണ്. അങ്ങനത്തെ ഒരു കാര്യം. ഇത് നേരെ മനസ്സിലാക്കിയ പിന്നെ അധ്വാനം ഉപേക്ഷിക്കൂല. എന്തില് അധ്വാനം ഉപേക്ഷിക്കുക? ഫിൽ മുസാബറത്തി അലൈഹി, ആ നിസ്കാരം സ്ഥിരമായി ചെയ്യുക. മുസാബറത്ത് എന്ന് പറഞ്ഞാൽ മുവാലബത്ത് എന്നർത്ഥം. മാം ഗനഹു, ഇവന് കഴിയുന്നത്ര. അപ്പൊ അത് 2 റക്അത്ത് വലവുറക്കായത്തേനി എന്ന് പറഞ്ഞാൽ അക്കല്ലാണ്. ഇപ്പൊ എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കുക 2 റക്അത്ത്. അങ്ങനല്ല, 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നീട്ടി നിസ്കരിക്കണം. എല്ലാവർക്കും സൂറത്ത് യാസീനൊക്കെ അറിയുമല്ലോ അല്ലെ? യാസീനൊക്കെ കണ്ട് ഓത് തന്നെ. അങ്ങനെ അറിയുന്ന വലിയ വലിയ സൂറത്തുകള്, സൂറത്തു വാക്കിയും ദബാറക്കൊക്കെ അറിയുമല്ലോ, അതെല്ലാം 1 റക്അത്തിലാണ്ട് ഓതുക. അല്ലെങ്കിൽ ഇപ്പൊ മൊബൈൽ കൈ പിടിച്ചാണ്ട് ഖത്മോ ഓതാലോ, അതല്ലേ ഏറ്റവും അഫ്ളല്. പിന്നെ 2-4 ഒക്കെ നിസ്കരിക്കുകയാണെങ്കിൽ കുറച്ചധികം നിസ്കരിക്കണ്ടേ? എല്ലാം ഈ അക്കല്ലിന്റെ മേലിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അടുത്ത തലമുറയിൽ ഒന്നും ഇല്ലാണ്ടായി പോകും. അങ്ങനെ പറ്റൂലല്ലോ. പിന്നെ ഫിൽ മുസാബറത്തി അലൈഹി മാംഗന വാ യുക്സിറ ഫീഹി എന്ന പോലെ ആ രാത്രിയിൽ വർദ്ധിപ്പിക്കുക. യുക്സിറ ഫീഹി മിനദ് ദുആഇ വൽ ഇസ്തിഗ്ഫാരി, എന്താണ് ദുആഉം ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക. വനിസ്ഫുൽ അഖീറു ആക്കതു, രാത്രിന്ന് ഇപ്പൊ പറഞ്ഞെങ്കിലും അതിന്റെ അവസാനത്തെ പകുതിയാണ് അഫ്ളല്. നേരത്തെ പറഞ്ഞില്ല, അത് ഇതിനും അത് തന്നെ, ദുആഇനും ഇസ്തിഗ്ഫാറിനും അത് തന്നെ അഫ്ളല്. അഫ്ളലുഹു, ആ അവസാനത്തെ പകുതിയിൽ ഏറ്റവും അഫ്ളല് ഇന്ത സഹരി, സഹർ സമയമാണ്. സഹർ സമയം എന്ന് പറഞ്ഞത് ആ 6 5-ാമത്തെ ഭാഗമാണല്ലോ. അതായത് ഖൗലിഹി തആല വൽ മുസ്തഗ്ഫിരീന ബില്ല സഹാരി എന്ന് ആ മോമിനീങ്ങളെ സിഫത്ത് പറഞ്ഞല്ലോ. അപ്പൊ സഹർ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുക. വബില്ല സഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്ന ഖൗലുള്ളത് കൊണ്ടും എന്നാ. ഇനി യൂഖില, ഉണർത്തലും സുന്നത്ത. യുസന്നു ബല്യത്താക്കതു, അതിന്റെ ഫായിലാണ് ഇതെല്ലാം. അല്ലാ യുഖില്ല വാൻ യുക്സിറ എന്ന പോലെ വാൻ യൂഖില, ഉണർത്തലും. മൻ യത്മഉ ഫീ തഹജ്ജുദിഹി ഹൈസു ലാ ദററ, പ്രതീക്ഷിക്കുന്ന ഒരാളെ വിളിച്ചുണർത്തുക. ഫീ തഹജ്ജുദിഹി, അവൻ തഹജ്ജുദ് നിസ്കരിക്കുന്ന പ്രതീക്ഷയുള്ളവർ. അപ്പൊ ഭാര്യനെ വിളിച്ചുണർത്തണോ, മക്കളെ വിളിച്ചുണർത്തണോ, ശിഷ്യന്മാരെ കുട്ടികളെല്ലാം വിളിച്ചുണർത്തണോ. അപ്പൊ അതിന്റെ മഹത്വമൊക്കെ ആദ്യം പറഞ്ഞു പഠിപ്പിക്കണം, അപ്പോഴല്ലേ പ്രതീക്ഷ ഉണ്ടാകുക. ഹൈസുലാ ലറർ, വിളിച്ചുണർത്തിയാല് ലററില്ലെങ്കിൽ, ഭാര്യനെ വിളിച്ചുണർത്തിയാലേ ചിലപ്പോ പിറ്റേന്ന് ചായ ഇട്ടൂലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താക്കണ്ട, അതിന് മെനക്കെടണ്ടെന്നർത്ഥം. പിന്നെ ലററില്ലെങ്കിൽ. ഇനി കിതാബു സ്വലാത്തിൽ ജമാഅത്തി, അവിടെ എത്തിയല്ലേ? അൽഹംദുലില്ലാഹ്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.